ഹരി ഓം ഹരി ഓം ഹരി ഓം. ഹരി ഓം. നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്മയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ബലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേതുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിദീർഷതാം തമോന്ദം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമായ ശേദേയതമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ.
കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശങ്കചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. നാരായണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം, സുസ്വാഗതം. നാരായണ. ഭാഗവത ജ്ഞാനഗംഗ ദശമസ്കന്ധത്തിലെ രാസപഞ്ചാധ്യായി എന്ന ഭാഗത്താണ് ഭഗവാന്റെ രാസക്രീഡ 5 അധ്യായങ്ങളിൽ വർണ്ണിച്ചിരിക്കുന്ന. അതിൽ 32-ാം അധ്യായമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 5 അധ്യായങ്ങളിൽ 4-ാമത്തെ അധ്യായം. നാരായണ. നമുക്ക് ആദ്യം 32-ാം അധ്യായം വായിക്കാം, എന്നിട്ട് തുടരാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അത് ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ 32-തമോऽധ്യായഃ. ശ്രീശുക ഉവാച. ഇതി ഗോപ്യപ്രകായന്ത്യഃ പ്രലഭന്ത്യശ്ച ചിത്രധാ രുരുദുഃ സുസ്വരം രാജൻ കൃഷ്ണദർശനലാലസാഃ. താസാം ആവിരഭൂത് സൗരിഃ സ്മയമാനമുഖംബുജഃ പീതാംബരധരസ്രഗ്വീ സാക്ഷാൽ മന്മദമന്മദഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. തം വിലോക്യാഗതം പ്രേഷ്ഠം പ്രീത്യുദ്ഭുല്ലദൃശോബലാഃ ഉത്തസ്തുർയുഗപത് സർവാഃ തന്വഃ പ്രാണമിവാഗതം. കാചിത് കരാംബുജം ശൗരേഃ ജഗൃഹേഞ്ജലിനാമുദാ കാചിത് ദദാര തദ്ബാഹും അംസേ ചന്ദനരോഷിതം. കാചിദഞ്ജലിനാ അഗൃഹ്ണാത് തന്മീതാംബൂലചർവിതം. ഏകാ തദംഘ്രികമലം സന്തപ്താസ്തനയോരദാത്. ഏകാ ഭ്രൂഢിമാബധ്യ പ്രേമസംരംഭ വിഹ്വലാ ഗ്നതീവൈക്ഷത്കടാക്ഷേപൈഃ സന്തഷ്ടദശനച്യുതാം. അപരാനിമിഷദൃഗ്ഭ്യാം ജുഷാണാ തന്മുഖാംബുജം. ആപീതമപി നാതൃപ്യത സന്തഃ തച്ചരണം യദാ.
തം കാചിന്നേത്രരന്ധ്രേണ ഹൃദി കൃത്യ നിമീല്യ ച പുളകാംഗ്യുപഗുഹ്യാസ്തേ യോഗീവാനന്ദസംപ്ലുതാ സർവാസ്താ കേശവാലോകപരമോത്സവനിർവൃതാഃ ജഹുർവിരഹജം താപം പ്രാജ്ഞം പ്രാപ്യ യഥാ ജനാഃ താഭിർവിദൂതശോകാഭിഃ ഭഗവാനച്യുതോ വൃതഃ വ്യരോചതാധികം താത പുരുഷഃ ശക്തിഭിർയദാം താസമാദായ കാളിന്ദ്യാഃ നിർവിശ്യ പുളിനം വിഭുഃ വികസത്കുന്ദമന്ദാരസുരഭ്യനിലഷട്പദം ശരച്ചന്ദ്രാംശു സന്തോഹധ്വസ്തദോഷാതമ ശിവം കൃഷ്ണായാ ഹസ്തതരളാചിതകോമളവാലുകം. തദ്ദർശനഹ്ലാദവിധൂതഹൃദ്രുജോ മനോരഗാന്തം ശ്രുതയോ യദായയുഃ സ്വൈരുത്തരീയൈ കുചകുങ്കുമാങ്കിതൈഃ അചീക്ലിപൻ ആസനമാത്മബന്ധവേ തത്രോപവിഷ്ടോ ഭഗവാൻ സ ഈശ്വരോ യോഗേശ്വരാന്തർഹൃദി കൽപ്പിതാസനഃ ചകാസ ഗോപീപരിഷദ്ഗതോർച്ചിതഃ ത്രൈലോക്യലക്ഷ്മ്യേകപദം വപുർദദത് സഭാജയിത്വാ തമനംഗദീപനം സഹാസലീലേക്ഷണ വിഭ്രമബ്രുവാ സംസ്പർശനേനാംഗകൃതാംഗ്ലിഹസ്തയോഃ സംസ്തുത്യ ഈഷത്കുപിതാ ബഭാഷിരേ. ഗോപ്യഊജുഃ ഭജതോനുഭജന്ത്യേകേ ഏകേ ഏതദ്വിപര്യയം ന ഉഭയാഞ്ച ധ്വജന്ത്യേകേ ഏതന്നോ ബ്രൂഹി സാധു ഭോഃ. ശ്രീഭഗവാനുവാച മിതോ ഭജന്തി യേ സഖ്യുഃ സ്വാർത്ഥൈകാന്തോദ്യമാഹിതേ ന തത്ര സൗഹൃദം ധർമ്മഃ സ്വാർത്ഥാർത്ഥം തദ്ധി നാന്യഥാ. ഭജന്ത്യഭജതോ യേ വൈ കരുണാഃ പിതരോ യഥാ ധർമ്മോ നിരപവാദോത്ര സൗഹൃദം ച സുമധ്യമാഃ. ഭജതോപി ന വൈ കേചിത് ഭജന്ത്യഭജതഃ കുതഃ ആത്മാരാമാഹ്യാപ്തകാമാഃ അകൃതജ്ഞാ ഗുരുദ്രുഹഃ. നാഹം തു സഖ്യോ ഭജതോപി ജന്തൂൻ ഭജാമ്യമീഷാം അനുവൃത്തിവൃത്തയേ യഥാതനോ ലബ്ധധനേ വിനഷ്ടേ തച്ഛിന്തയാന്യം നിവൃതോ ന വേദ. ഏവം മദർത്ഥോജ്ജിതലോകവേദസ്വാനാം ഹി വോ മയ്യനുവൃത്തയേ ബലാഃ. മയാ പരോക്ഷം ഭജതാ തിരോഹിതം മാസൂയിതും മാർഹത തത്പ്രിയം പ്രിയാഃ. ന പാരയേഹം നിരവദ്യ സംയുജാം സ്വസാധുകൃത്യം വിബുധായുഷാഭിവഃ. യാമാഭജൻ ദുർജനഗേഹ ശൃംഖലാഃ സംവൃശ്ച തദ്വഃ പ്രതിയാതു സാധുനാം. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ രാസക്രീഡായാം ഗോപീസാന്ത്വനം നാമ 32തമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണ. ഓം. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം.
എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. ജലദോഷമൊക്കെ കുറവുണ്ട്, പക്ഷേ ശബ്ദം ശരിയായിട്ടില്ല. ഇനിയും കുറച്ച് സ്ട്രെയിൻ ഉണ്ട്. നോക്കാം. അപ്പോൾ രാസപഞ്ചാധ്യായിയിൽ 4-ാമത്തെ അധ്യായമാണ് ഈ 32-ാം അധ്യായം. കഴിഞ്ഞ 2 അധ്യായങ്ങളിൽ അന്തർധാനം ചെയ്തു പോയ ഭഗവാനെ തെരയുന്ന ഗോപികളെയാണ് നമ്മൾ കണ്ടത്. ഈ അധ്യായത്തിൽ ആദ്യത്തെ 2 ശ്ലോകങ്ങളിൽ തന്നെ അങ്ങനെയുള്ള ആ വിഷണ്ണരായ തന്നെ കുറിച്ച് മാത്രം ചിന്തിച്ച് തന്നെ മാത്രം സ്നേഹത്തോടുകൂടെ അന്വേഷിച്ചു കൊണ്ടിരുന്നവരായ, പീഡിതരായിരുന്ന, വിരഹദുഃഖം അനുഭവിക്കുന്നവരായ ഗോപികമാരുടെ മുമ്പിൽ സാക്ഷാത് മന്മഥനായി ഭഗവാൻ ആവിർഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം ആരംഭിച്ചത്. ആ ഭഗവാനെ ഗോപികമാര് എങ്ങനെയാണ് സ്വാഗതം ചെയ്തത്, സ്വീകരിച്ചത്, ഇതാണ് ആദ്യ ഭാഗം പിന്നീട് വർണ്ണിക്കുന്നത്. ഇന്നലെ നമ്മൾ 7-ാമത്തെ ശ്ലോകം വരെ കണ്ടു അല്ലേ? അപ്പോൾ എല്ലാവരും ഭഗവാനെ കണ്ട മാത്രയിൽ തന്നെ അവരവരുടെ സ്ഥാനത്ത് നിന്ന് ചാടി എഴുന്നേറ്റ് ഭഗവാനെ സ്വീകരിക്കുവാനായിക്കൊണ്ട് ഓടുന്നു. എങ്ങനെയാണോ ശരീരത്തിൽ പ്രാണൻ പോയി തിരിച്ചു വന്നാൽ, ആ പ്രാണൻ മടങ്ങി വന്നാൽ എങ്ങനെയാണോ ഇന്ദ്രിയങ്ങളും മറ്റുമെല്ലാം അതാതിൻ്റെ പ്രവൃത്തികളിൽ സജ്ജമാവുക, ഉണർന്ന് പ്രവർത്തിക്കുക, അതുപോലെ ഈ ഗോപികമാരും എല്ലാവരും ഒരേ സമയത്ത് ഉണർന്നു. എല്ലാവരും ഭഗവാന്റെ അഭിമുഖമായി നീങ്ങുകയാണ്. അപ്പോൾ ഓരോരുത്തർ എന്ത് ചെയ്തു എന്ന് പറയുന്നുണ്ട്. കാചിത് കരാംബുജം ശൗരേർ ജഗൃഹേ അഞ്ജലിന മുഖ. ഒരുവൾ ആ ഭഗവാന്റെ കരാംബുജത്തെ, കരകമലത്തെ തൻ്റെ 2 കൈകളെ കൊണ്ടും ചേർത്ത് പിടിച്ചു. വേറൊരുവൾ കാചിത് ദദാര തദ്ബാഹും അംസേ ചന്ദനരൂഷിതം. ഭഗവാന്റെ ബാഹു, ഇടത് കൈ, അത് ചന്ദനത്താൽ വളരെയധികം ചന്ദനം പൂശി നല്ല സുഗന്ധമുള്ളതാണ്. അതിനെ തൻ്റെ തോളിൽ എടുത്തു വെച്ചു. അംസേ ദദാര, അംസത്തിൽ തോളിൽ ധരിച്ചു. കാചിത് അഞ്ജലിന അഗൃണ്ണാത് തന്നീ താംബൂല ചർവിതം. അപ്പോൾ വേറൊരു സുന്ദരി ഓടിച്ചെന്ന് ഭഗവാന്റെ വായിൽ നിന്ന് 2 കൈകളെ കൊണ്ടും ഭഗവാന്റെ വായിലെ ആ താംബൂല ചർവിതത്തെ ചോദിച്ചു മേടിച്ചു, തനിക്ക് പ്രസാദമായി അനുഭവിക്കാനായിക്കൊണ്ട്. ഭഗവാനുമായിട്ടുള്ള തൻ്റെ ആ ഒരു ഐക്യഭാവം പ്രകടിപ്പിക്കുകയാണത്. അങ്ങനെ അഞ്ജലി കൊണ്ട് താംബൂല ചർവിതം അഗൃണ്ണാത് ഏകാ തദംഗ്രികമലം സന്തപ്താസ്തനയോരധാത്. അപ്പോഴേക്കും ഭഗവാനെ പിടിച്ച് ഇരുത്തി കഴിഞ്ഞു എല്ലാവരും കൂടി. അങ്ങനെ ഇരുന്ന ഭഗവാന്റെ കാലെടുത്ത്, ഒരു കാലെടുത്ത് ഒരുവൾ തൻ്റെ 2 മാറിലും ചേർത്ത് വെച്ചു, തൻ്റെ സ്ഥലങ്ങളോട് ചേർത്ത് വെച്ചു. ഏകാ ഭൃഗുടിം ആബദ്ധ്യ പ്രേമസംരംഭ വിഹ്വല ഗ്നദീ ഇവ ഐക്ഷത് കടാക്ഷേപൈ സന്തഷ്ട ദശനച്ചത.
കൂട്ടത്തിൽ ഒരുവൾ തൻ്റെ പുരികക്കൊടിയെ നല്ലോണം വളച്ചു പിടിച്ച് കോപം പ്രകടിപ്പിച്ച് പ്രേമ സംരംഭ വിഹ്വല, തൻ്റെ പ്രണയകലഹം നല്ലതുപോലെ ശരീരത്തിൽ പ്രകടിപ്പിച്ചുകൊണ്ട് വിറയ്ക്കുന്നവളെ പോലെ ചുണ്ടുകൾ കടിച്ചുകൊണ്ട്, നല്ല സന്തുഷ്ട ദശനച്ഛത, തൻ്റെ കടാക്ഷേപൈഹി, തൻ്റെ കടാക്ഷങ്ങളെ കൊണ്ട്, രൂക്ഷമായ കടാക്ഷങ്ങളെ കൊണ്ട് ഗണതീ ഇവ ഐക്ഷത്, ഭഗവാനെ ഹനിക്കുന്നവളായിട്ട് നോക്കിയുന്ന, ഭഗവാനെ തൻ്റെ നോട്ടം കൊണ്ട് തന്നെ പ്രഹരിക്കുകയാണോ, ഭഗവാനെ ശിക്ഷിക്കുന്നത് പോലെയുള്ള നോട്ടമാണ് അവൾ നോക്കിയത്. എന്തിനാ ഞങ്ങളെ ഉപേക്ഷിച്ചു പോയത് എന്നുള്ള ആ ഒരു ദേഷ്യം പ്രകടിപ്പിച്ചുകൊണ്ട്. അപരാ അനിമിഷദൃഗ്ഭ്യാം ജുഷാണ തന്മുഖാംബുജം ആപീതമപി നാതൃപ്യത സന്ദഹ തച്ചരണം യഥാ. അപരാ മറ്റൊരുവൾ, അനിമിഷദൃഗ്ഭ്യാം കണ്ണുകൾ ഇമവെട്ടാത്ത കണ്ണുകൾ കൊണ്ട് തന്മുഖാംബുജം ആപീതം അഭിജുഷാണ, ആ ഭഗവാന്റെ മുഖകമലത്തെ എത്ര കുടിച്ചു കഴിഞ്ഞാലും മതി വരാതെ, ആപീതം അഭി എന്ന് പറഞ്ഞാൽ കുടിച്ചിട്ടും ജുഷാണ പിന്നെയും സേവിക്കുന്നവളായിട്ട്. അപ്പൊ മതി വരുന്നില്ല എന്നർത്ഥം. തൃപ്തിയാവാതെ ഭഗവാനെ തന്നെ കണ്ണ് വെട്ടാതെ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഏതുപോലെ? സന്ദഹ തച്ചരണം യഥ. സന്ദഹ സജ്ജനങ്ങള് ഭഗവാന്റെ പാതാരവിന്ദത്തെ അവരുടെ ഹൃദയത്തിൽ ധ്യാനിക്കുമ്പോൾ അവർക്ക് എത്ര ധ്യാനിച്ചാലും എത്ര ഭഗവാന്റെ പാതാരവിന്ദത്തെ ഹൃദയത്തിൽ കണ്ടാലും മതി വരില്ല. എപ്പോഴും ആ ഭഗവാന്റെ പാതാരവിന്ദം അവർക്ക് തെളിഞ്ഞു കാണണം. അതാണ് അവർക്ക് ആസ്വദിക്കാനുള്ളത്. ആ പാതാരവിന്ദ മകരന്തം എപ്പോഴും സേവിക്കുന്നവരാണ് സജ്ജനങ്ങൾ. അപ്പൊ അവരെ പോലെയായിരുന്നു ഇവിടെ ആ ഭഗവാന്റെ മുഖകമലത്തിലെ മകരന്തം പാനം ചെയ്ത് മതിയാവാതെ നോക്കിക്കൊണ്ടേയിരിക്കുകയായിരുന്നു ഒരുവൾ എന്ന് പറഞ്ഞു. ഇതുവരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. തുടർന്ന് 8ാമത്തെ ശ്ലോകം മുതൽ നമുക്ക് കാണാം. തം കാചിത് നേത്രരന്ധ്രേണ ഹൃദി കൃത്യനിമില്യ ച പുളകാംഗുപഗുഹ്യാസ്തേ യോഗീവാനന്ദ സംപ്ലുത. തം കാചിത് നേത്രരന്ധ്രേണ ഹൃദി കൃത്യനിമില്യ ച പുളകാംഗുപഗുഹ്യാസ്തേ യോഗീവാനന്ദ സംപ്ലുത. കാജിത് വേറെ ഒരുവൾ നടത്തം. വേറെ ഒരുവൾ എന്താ ചെയ്യണത്? തം നേത്രരന്ധ്രേണ ഹൃദി കൃത്യ നിമീല്യച്ച. നേത്രരന്ധ്രം തന്റെ കണ്ണാകുന്ന ദ്വാരം. അപ്പൊ കണ്ണാകുന്ന ദ്വാരത്തിലൂടെ ഭഗവാനെ തന്റെ ഹൃദയത്തിലേക്ക് അങ്ങോട്ട് വിഴുങ്ങി. നമ്മളെങ്ങനെയാണോ വായി കൊണ്ട് എന്തെങ്കിലും വിഴുങ്ങുന്നത്, ഇവിടെ ഇവൾ ചെയ്തത് നേത്രരന്ധ്രം കൊണ്ട് ഭഗവാന്റെ രൂപത്തെ തന്റെ ഹൃദയത്തിലേക്ക് വിഴുങ്ങി എന്നാണ്. കാചിത് തം ആ ഭഗവാനെ നേത്രരന്ധ്രേണ ഹൃദി കൃത്യ, നേത്രദ്വാരത്തിലൂടെ ഹൃദയത്തിലേക്ക് ആക്കിയിട്ട് പിന്നെന്ത് ചെയ്തു? നിമിയില്ല, ഇനി എവിടെയും പോകണ്ട എന്ന മട്ടിൽ വാതിലടച്ച് ഉള്ളിലാക്കില്ലേ അല്ലേ? കൊച്ചുകുട്ടികളെ ഉള്ളിൽ വീട്ടിനകത്താക്കിയിട്ട് വാതിലടയ്ക്കും പോലെ ഇവൾ എന്ത് ചെയ്തു? തന്റെ കണ്ണുകളെ അടച്ചു. കണ്ണുവഴിക്ക് ഭഗവാനെ ഉള്ളിലാക്കി പിന്നീട് കണ്ണുകൾ രണ്ടിനെയും അടച്ച് തന്റെ ഹൃദയത്തില് ഭഗവാനെ കാണുകയാണ്. ഇതാണ് നിമീല്യ ഉപഗുഹ്യ. ആ ഹൃദയത്തിന്റെ ഉള്ളിൽ കാണുന്ന ഭഗവാനെ ഉപഗുഹ്യ ആലിംഗനം ചെയ്തിട്ട്, തന്റെ ഉള്ളിലുള്ള ഭഗവാനെ ആലിംഗനം ചെയ്തുകൊണ്ട് പുളകാംഗി. അപ്പൊ ആ ആലിംഗനത്തിൽ നിന്ന് തന്റെ ശരീരത്തിൽ പുളകമുണ്ടാകുന്നു, രോമാഞ്ചമുണ്ടാകുന്നു. പുറത്തുള്ളവർക്കൊക്കെ കാണാം ഇവൾ അടയുന്ന ആ ഒരു നിർവൃതി. ഇവളെ കണ്ണടച്ച് ഒരു എന്തെന്നില്ലാത്തൊരു നിർവൃതിയെ പ്രാപിച്ചിരിക്കുന്നു. ഒരു പുളകാംഗിയായി ശരീരം മുഴുവൻ രോമാഞ്ചമണിഞ്ഞവളായിട്ട്
കാണപ്പെടുന്നു. പുളകാംഗിയായി യോഗീ ഇവ ആനന്ദ സംപ്ലുത ആസ്തെ. ഒരു യോഗി എങ്ങനെയാണോ ആ ഭഗവാനെ ഉള്ളിൽ ധ്യാനിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആത്മസ്വരൂപത്തെ ധ്യാനിച്ചുകൊണ്ട് ആ ആത്മസ്വരൂപ അനുഭവത്തിൽ ആ ഒരു അനുഭൂതിയിൽ നിറഞ്ഞ ആനന്ദമായിട്ട് ആനന്ദത്തിൽ മുഴുകിയവനായിട്ട് ഒരു യോഗി ഇരിക്കുന്നത്, ആ യോഗിയുടെ ഒരു സമാധി ഭാവം പോലെ ഇവളും ഉള്ളില് ഭഗവാനെ പിടിച്ച് കെട്ടിപ്പിടിച്ച് ശരീരത്തിൽ പുളകവും ഉള്ളിൽ ആനന്ദ നിർവൃതിയുമായിട്ട് കുറേ നേരം നിന്നു എന്ന് സാരം. ആസ്തേ എന്ന് അങ്ങനെ തന്നെ നിർവൃതി. അപ്പൊ ഭഗവാന്റെ എന്താ പറയുക, സ്പർശനമൊന്നും വേണ്ട ഇവൾക്ക് ആനന്ദത്തിന്. ഇവൾക്ക് തൻ്റെ ഉള്ളില് ഭഗവാനെ കണ്ണുകൊണ്ട് ഉള്ളിലേക്ക് ആവഹിച്ച് ഹൃദയത്തിൽ ചേർത്ത് പിന്നീട് കണ്ണടച്ചപ്പോൾ ഭഗവാൻ തൻ്റെ ഉള്ളിൽ തന്നെ ആയി. ഇനി ഭഗവാന് പുറത്തു പോകാൻ പറ്റില്ല, തന്നെ വിട്ട് എവിടേക്കും പോകാൻ പറ്റില്ല എന്ന മട്ടില് ഭഗവാനെ തൻ്റെ ഹൃദയത്തിൽ തന്നെ ആലിംഗനം ചെയ്തുകൊണ്ട് ആ പുളകാംഗിയായിക്കൊണ്ട് ആനന്ദ നിർവൃതിയോൾ നിറഞ്ഞ് ആളിങ്ങനെ കുറേ നേരം ആ ഒരു അവസ്ഥയെ പ്രാപിച്ചു, ഒരു സമാധിയെ പ്രാപിച്ചു എന്നാണ് പറയുന്നത്. തം കാചിത് നേത്രരന്ധ്രേണ ഹൃദി കൃത്യ നിമീല്യ ച പുളകാംഗ്യുപഗുഹ്യാസ്തേ യോഗീവാനന്ദ സംപ്ലുതാ സർവാസ്താ കേശവാലോകപരമോത്സവ നിർവൃതാഃ ജഹുർവിരഹജം താപം പ്രാജ്ഞം പ്രാപ്യ യദാ ജനാഃ. സർവാസ്താ കേശവാലോകപരമോത്സവ നിർവൃതാഃ ജഹുർവിരഹജം താപം പ്രാജ്ഞം പ്രാപ്യ യദാ ജനാഃ. ഇപ്പോൾ ഓരോരുത്തരെ എണ്ണി 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 പറഞ്ഞാൽ തീരാൻ പോകുന്നില്ല. ഇപ്പോൾ ഒരു 7 പേരുടെ കാര്യമാണ് ഇതുവരെ വർണ്ണിച്ചത്. 7 പേരെന്ത് ചെയ്തു എന്ന് പ്രത്യേകം വർണ്ണിച്ചതിന് ശേഷം ഇനി എല്ലാവരെയും ചേർത്ത് പറയണ സർവാഹ താഹ. താഹ സർവാഹ അവരെല്ലാവരും കേശവ ആലോക പരമോത്സവ നിർവൃതാഹ കേശവനെ ആലോകനം ചെയ്തത് കൊണ്ടുള്ള പരമോത്സവം കൊണ്ട് നിർവൃതരായിട്ടുള്ളവർ. അപ്പൊ അവരുടെ ഉള്ളില് നേടേണ്ടതെല്ലാം നേടിക്കഴിഞ്ഞുള്ള ഒരു തൃപ്തിയാണ് നിർവൃതി. ഇനി ഒന്നും നേടാനില്ല ഇതിൽ പരം എന്ന മട്ടില് ആ നിർവൃതി, അതെന്തുകൊണ്ട് കേശവനെ ആലോകനം ചെയ്തപ്പോൾ കിട്ടിയത് അല്ലേ. കേശവൻ എന്നാൽ ആനന്ദസ്വരൂപൻ, സുഖസ്വരൂപൻ, ജലത്തിൽ ശയിക്കുന്നവൻ, നാരായണൻ ഒക്കെ അർത്ഥമാണ്. എങ്കിലും ആനന്ദസ്വരൂപൻ എന്നാണ് അതിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള അർത്ഥം. കേ സുഖസ്വരൂപേ ശേതേ ഇത് കേശവ. അപ്പൊ ആനന്ദസ്വരൂപനായ ഭഗവാനെ ആലോകനം ചെയ്തപ്പോൾ അവർക്കും ആ ആനന്ദം പകർന്നു കിട്ടി. അതാണ് ആലോകം കൊണ്ട് പരമോത്സവം. ഉള്ളില് നിറഞ്ഞു, ഹൃദയം നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുന്ന ആ ഒരു നിർവൃതിയാണ് അവരെല്ലാവരും പ്രകടിപ്പിച്ചത്. താ സർവാ കേശവാലോക പരമോത്സവ നിർവൃതാഹ എന്തു ചെയ്തു? വിരഹജം താപം ജഹുഹു. അവരുടെ ഇത്രയും നേരം ഭഗവാനെ പിരിഞ്ഞതിൽ നിന്നുണ്ടായ താപം, വിരഹത്തിൽ നിന്ന് ജനിച്ചത് വിരഹജം താപം. ആ വിരഹജമായ താപത്തെ ജഹുഹു ഉപേക്ഷിച്ചു. ഏതുപോലെ? ജനാഹ പ്രാജ്ഞം പ്രാപ്യ യഥാ. ജനാഹ പ്രാജ്ഞം പ്രാപ്യ യഥാ. ഇപ്പൊ ജനങ്ങൾ, എല്ലാ ജനങ്ങളും പ്രാജ്ഞം പ്രാപ്യ യഥാ, ഒരു പ്രാജ്ഞനെ പ്രാപിച്ചാൽ എന്ന പോലെ എന്നാണുള്ള പ്രയോഗം. ഇത് 2 തരത്തില് ഈ പ്രാജ്ഞ ശബ്ദത്തിനെ വ്യാഖ്യാനിക്കാം. പ്രാജ്ഞൻ എന്ന വാക്കിന് ഒരർത്ഥം പണ്ഡിതൻ എന്ന അർത്ഥമുണ്ട്. ഭഗവാൻ നമ്മുടെ ഇദ്ദേഹം പറയുന്നില്ലേ, നമ്മുടെ പ്രഹ്ലാദൻ പറയും അല്ലേ, കൂട്ടുകാരോട് പറയും, കൗമാരേ ആചരേ പ്രാജ്ഞോ ധർമാൻ ഭാഗവതാനിഹ. പ്രാജ്ഞന്മാരായിട്ടുള്ളവർ, വിവേകികളായിട്ടുള്ള ബുദ്ധിമാന്മാരായിട്ടുള്ള ആളുകൾ അല്ലേ, ജ്ഞാനപ്രധാനികളായിട്ടുള്ള ആളുകള്
കൗമാരത്തിൽ തന്നെ ഭാഗവത ധർമ്മങ്ങളെ അഭ്യസിക്കണം. അവിടെ പ്രാജ്ഞ ശബ്ദത്തിനർത്ഥം നല്ല വിവേകമുള്ളവർ, പണ്ഡിതന്മാർ, ജ്ഞാനികൾ എന്നൊക്കെ അർത്ഥമാണ്. അപ്പൊ ജ്ഞാനമുള്ളവൻ പ്രാജ്ഞ. അപ്പോൾ ഒരു ജ്ഞാനിയായിട്ടുള്ള ഒരാളെ, ഒരു മഹാത്മാവിനെ സാധാരണ ജനങ്ങൾ കണ്ടുമുട്ടുമ്പോൾ അവർക്കൊരു നിർവൃതിയുണ്ട്. അവർക്ക് ഈ മഹാത്മാവിന്റെ മഹത്വം അറിയുമെങ്കിൽ ആ മഹാത്മാവ് മുമ്പ് വന്ന് അവർക്ക് നല്ലോണം അറിവ് പകർന്നു കൊടുത്ത് സന്തോഷിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് കുറെ കാലത്തിന് ശേഷം അദ്ദേഹത്തെ വീണ്ടും കണ്ടുമുട്ടുമ്പോൾ സന്തോഷം ഉണ്ടാവോ അല്ലേ? അറിവില്ലാത്തവർക്ക് ഉണ്ടാവില്ല. അദ്ദേഹത്തെക്കുറിച്ച് യാതൊരു വിവരവുമില്ലാത്തവർക്ക് ആ സന്തോഷം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എങ്കിലും ഉണ്ടാവും ചെറിയൊരു സന്തോഷമൊക്കെ ഉണ്ടായി എന്ന് വരും. അദ്ദേഹത്തെ നല്ലതുപോലെ അറിയുന്ന, അദ്ദേഹത്തിന്റെ അനുഗ്രഹത്തിന് മുമ്പും പാത്രീഭവിച്ചിട്ടുള്ളതായിട്ടുള്ള ആളുകൾക്ക് അദ്ദേഹത്തിന്റെ ദർശനം തീർച്ചയായിട്ടും എന്തെന്നില്ലാത്ത നിർവൃതിയെ കൊടുക്കും. ഞങ്ങളൊക്കെ ഗുരുകുലത്തിലൊക്കെ താമസിക്കുന്ന കാലത്ത് നമ്മുടെ ഗുരുക്കന്മാര്, നമ്മുടെ ഗുരു ദൂരേക്ക് യാത്രകളൊക്കെ പോയിട്ട് ചിലപ്പോൾ മാസങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും തിരിച്ചു വരിക. വിദേശവാസമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ, പ്രവാസം കഴിഞ്ഞ് വരുമ്പോൾ ചിലപ്പോൾ വരിക ഉച്ചയ്ക്ക് 2 മണിയായിരിക്കാം, 2:30 മണിയായിരിക്കാം, 3 മണിയായിരിക്കാം. ആ ഫ്ലൈറ്റിൻ്റെ ടൈം അനുസരിച്ച്. അപ്പോൾ എല്ലാവരും നേരത്തെ തന്നെ പൂർണ്ണകുംഭവും എല്ലാം തയ്യാറാക്കിക്കൊണ്ട് അദ്ദേഹത്തെ വരവേൽക്കാനായിട്ട് കാത്തിരിക്കും. അപ്പോൾ ആർക്കും വിശപ്പും തോന്നില്ല, ദാഹവും തോന്നില്ല, അടുക്കളയിലേക്കും പോവില്ല, ഭക്ഷണവും കഴിക്കില്ല. ആ ഗുരുനാഥൻ വന്നതിന് ശേഷം അദ്ദേഹത്തെ സ്വീകരിച്ച് അദ്ദേഹത്തിന്റെ അനുഗ്രഹത്തിന് പാത്രീഭവിച്ച ശേഷം അദ്ദേഹത്തിന്റെ ആ ഒരു കടാക്ഷം നമ്മുടെയൊക്കെ മേലെ വീണ് കഴിഞ്ഞ് കിട്ടുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷമുണ്ട്. ചിലപ്പോൾ ഒരു കുശല പ്രശ്നം ചോദിച്ചു എന്ന് വരും, ഓരോരുത്തരെയും നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു എന്ന് വരും. ചിലപ്പോൾ അദ്ദേഹം ക്ഷീണിതനായിരിക്കും, പരവശനായിരിക്കും, അല്ലാതെ യാത്രാ ക്ഷീണം. എങ്കിലും എല്ലാവരെയും ആ കരുണയോടുകൂടി ഒന്ന് നോക്കും. അദ്ദേഹവും ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല യാത്രയിൽ. അപ്പം അദ്ദേഹം വന്ന് അദ്ദേഹം ഭക്ഷണം കഴിച്ച് അദ്ദേഹത്തിൻ്റെ ക്ഷീണം മാറ്റുന്നത് വരെ ചുറ്റിപ്പറ്റി നിൽക്കും എല്ലാവരും. അതെന്തെന്നില്ലാത്തൊരു അനുഭൂതിയാണ്. അത് കഴിഞ്ഞ് അദ്ദേഹം സമാധാനമായി റെസ്റ്റ് എടുക്കുമ്പോഴേ ഞങ്ങളൊക്കെ പോയി സമാധാനമായിട്ട് ഭക്ഷണം കഴിക്കുള്ളൂ. ഗുരുകുലങ്ങളിൽ താമസിച്ച് ആ ഗുരുക്കന്മാരുടെ അനുഗ്രഹത്തിന് പാത്രീഭവിച്ചിട്ടുള്ളവർക്ക് അറിയാം അല്ലേ? അതല്ലെങ്കിൽ നല്ല പതിവ്രതകളായിട്ടുള്ള സ്ത്രീകൾ, ഭർത്താക്കന്മാർ ദൂരയാത്ര കഴിഞ്ഞ് വരുമ്പോൾ അവർക്ക് ആ ഒരു അനുഭവം ഉണ്ടാകും. ഇങ്ങനെ വളരെ ചുരുക്കം ഇതായിട്ടുള്ള അനുഭവങ്ങളാണ്. അപ്പം അതുപോലെ ഇവിടെ പ്രാജ്ഞം പ്രാപ്യ, ഒരു മഹാനെ കാണുമ്പോൾ ജനങ്ങൾക്കുണ്ടാകുന്നതായിട്ടുള്ള നിർവൃതി, സന്തോഷം, അതുപോലെ എന്നൊരർത്ഥം. മറ്റൊരർത്ഥത്തിൽ പ്രാജ്ഞം എന്ന ശബ്ദത്തിന്, പ്രാജ്ഞ ശബ്ദത്തിന് നമ്മുടെ സുഷുപ്തിയിലെ അവസ്ഥയ്ക്ക്, സുഷുപ്തി അവസ്ഥയുമായി താദാത്മ്യം പ്രാപിച്ച ജീവനെയാണ് പ്രാജ്ഞൻ എന്ന് പറയാം. ജാഗ്രത അവസ്ഥയുമായി താദാത്മ്യം പ്രാപിച്ച ജീവൻ വിശ്വൻ, സ്വപ്നാവസ്ഥയുമായി താദാത്മ്യം പ്രാപിച്ച ജീവൻ തൈജസൻ, സുഷുപ്തി അവസ്ഥയുമായി താദാത്മ്യം പ്രാപിച്ച ജീവനെയാണ് പ്രാജ്ഞൻ എന്ന് പറയുക. അവിടെ പ്രാജ്ഞൻ എന്ന ശബ്ദത്തിന് പ്രകർഷേണ ഒന്നും അറിയാത്തവൻ, ഞാനൊന്നും അറിഞ്ഞില്ല, സുഖമായി ഉറങ്ങി എന്നാണ് ആ അനുഭവം, സുഷുപ്തിയിലെ അനുഭവം. അപ്പോൾ ആ സുഷുപ്തിയിൽ ഒന്നും അറിയാതെ സുഖമായി ഉറങ്ങുന്ന ആ ജീവാത്മാവിന്റെ പേരാണ് പ്രാജ്ഞ. അപ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മുടെ എല്ലാ ദുഃഖങ്ങളും എപ്പോഴാ ദിവസവും വെടിയുന്നത്? നമ്മുടെ ഉള്ളിലെ ആ പ്രാജ്ഞനുമായിട്ട് അല്ലേ, ആ സുഷുപ്തി അഭിമാനിയായ ജീവനുമായി താദാത്മ്യം പ്രാപിച്ച്
എല്ലാം മറന്ന് ഒരു നിർവൃതിയിൽ സുഖമായി ഉറങ്ങി എന്ന് പറയും. അപ്പോൾ നല്ല ഉറക്കം കിട്ടിയാൽ സുഖമായി. അപ്പോൾ ആ ഉറക്ക അവസ്ഥയ്ക്ക് പറഞ്ഞതാണ് ഇവിടെ പ്രാജ്ഞം പ്രാപ്യയതാ എന്ന്. ഒരു സുഷുപ്തി അവസ്ഥയെ പ്രാപിച്ചു കഴിഞ്ഞാൽ എന്തൊരു സുഖമാണ് ഓരോ ജീവനും അനുഭവിക്കുക. സംസാര ദുഃഖങ്ങളിൽപ്പെട്ട് അലഞ്ഞു തിരിഞ്ഞ് പീഡിതരായി നടന്നിരുന്നവർ ഒന്ന് ഉറങ്ങിക്കഴിയുമ്പോൾ എത്ര ശാന്തിയെ, എത്ര തൃപ്തിയെ, നിർവൃതിയെ അനുഭവിക്കുന്നുവോ അതുപോലെ എന്നിവിടെ ഒരു ഉപമയായിട്ട് പറഞ്ഞു. അപ്പോൾ രണ്ടു തരത്തിലും എടുക്കാവുന്നതാണ്. ഒരു ജ്ഞാനിയെ പ്രാപിച്ചാൽ സാധാരണ സംസാരികളായ ജനങ്ങൾക്ക് ആശ്വാസമുണ്ടാകുന്നത് പോലെ, അല്ലെങ്കിൽ അവനവന്റെ ഉള്ളിലെ പ്രാജ്ഞൻ എന്ന സുഷുപ്തി അഭിമാനിയായ ജീവനുമായി താദാത്മ്യം പ്രാപിച്ചു കഴിയുമ്പോൾ അവൻ സംസാര ദുഃഖങ്ങളെല്ലാം മറക്കുന്നത് പോലെ ഭഗവാനെ പ്രാപിച്ചതോടുകൂടി അവര് ആ നിർവൃതിയോടുകൂടെ അവരുടെ വിരഹജ ദുഃഖങ്ങളെല്ലാം മറന്നു, ത്യജിച്ചു. ജഹുറു വിരഹജം താപം പ്രാജ്ഞം പ്രാപ്യ യഥാ ജനാഹ താഭിർവിദൂതശോകാഭിഃ ഭഗവാനച്യുതോ വൃതഃ വ്യരോചതാധികം താത പുരുഷഃ ശക്തിഭിർയദാ താഭിർവിദൂതശോകാഭിഃ ഭഗവാനച്യുതോ വൃതഃ വ്യരോചതാധികം താത പുരുഷഃ ശക്തിഭിർയദാ. അപ്പൊ വിദൂതശോകാഭിഃ താഭിഃ വൃതഃ ഭഗവാൻ അച്യുതഃ. അച്യുതൻ, നമ്മുടെ ഭഗവാനെ തന്നെ അച്യുതൻ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഭഗവാന് വാസ്തവത്തിൽ ഒരു മാറ്റവും ഇല്ല, ഒരു ച്യുതിയുമില്ല, എല്ലായ്പ്പോഴും ഒരുപോലെ തന്നെയാണ്. സ്വരൂപ വിസ്മൃതിയേ ഇല്ലാതെ യാതൊരു വികാരങ്ങൾക്കും വിധേയനാവാത്തവനാണ് അച്യുതൻ. ഈ ഗോപികമാർക്കൊക്കെ വികാരമുണ്ടാകുമ്പോഴും വികാരരഹിതനായി നിൽക്കുന്നവനാണ് അച്യുതൻ. ഇവിടെ അച്യുതനെ ആരോടാ ഉപമിച്ചത്? പുരുഷ ശക്തിഭിർയത എന്ന് പറയുന്നുണ്ട്. അപ്പൊ അവിടെ പുരുഷ ശബ്ദത്തിന് സാഖ്യശാസ്ത്രത്തിലെ ആ പുരുഷൻ ശക്തി എന്ന് പറയുമ്പോൾ പ്രകൃതി ശക്തികൾ. ആ പുരുഷൻ പ്രകൃതി ശക്തികളോട് കൂടി നിൽക്കുമ്പോഴും പുരുഷന് യാതൊരു വികാരവും ഇല്ല. പുരുഷൻ ഉദാസീനനായി എല്ലാറ്റിനും സാക്ഷിയായി പ്രകൃതിയെ പ്രവർത്തിപ്പിക്കുന്നവനായി, പ്രകൃതിയെ അനുഗ്രഹിക്കുന്നവനായി, എല്ലാറ്റിനും അധീതനായി, എല്ലാറ്റിനും നാഥനായി നിലകൊള്ളുന്നു. പ്രകൃതിയാണ് പ്രവർത്തിക്കുന്നത്, ചലിക്കുന്നത്, വികാരം പ്രാപിക്കുന്നത്, അല്ലേ? അപ്പൊ ആ പ്രകൃതികളെ പോലെയാണ് ഈ ഗോപികമാര് വികാരം പ്രാപിക്കുന്നവരാണ്. ഭഗവാനോ പുരുഷനെ പോലെ യാതൊരു വികാരവുമില്ലാത്തവനാണ്, അച്യുതനാണ് എന്ന് ഒരു ഉപമ. മറ്റൊരർത്ഥത്തിൽ ഇവിടെ പുരുഷ ശക്തിഭിർയത എന്ന് പറയുമ്പോൾ പുരുഷ എന്നുള്ളത് കൊണ്ട് നാരായണൻ എന്ന അർത്ഥത്തില് വൈകുണ്ഠമൂർത്തിയായ ഭഗവാൻ നാരായണൻ, ഭഗവാന്റേതായിട്ടുള്ള ശക്തികളുണ്ട്, ഭഗവാന്റേതായിട്ടുള്ള പാർഷദന്മാര്, അതുപോലെ തന്നെ ഭഗവാന്റേതായിട്ടുള്ള ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീ, ജ്ഞാനം, വൈരാഗ്യം മുതലായിട്ടുള്ള ഗുണങ്ങള്, അതുപോലെ വൈകുണ്ഠത്തിൽ ഭഗവാനെ സേവിക്കുന്നവരായ അണിമ, മഹിമ, ലഘിമ, ഗരിമ, ഈശിത്വം, വശിത്വം, പ്രാപ്തി, പ്രാകാശ്യം മുതലായ സിദ്ധികൾ, ഇങ്ങനെ അനേക ശക്തികൾ ഭഗവാനെ, പുരുഷോത്തമനായ ഭഗവാനെ, നാരായണനെ സേവിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ശക്തികളാൽ വൃതനായ വൈകുണ്ഠമൂർത്തിയായ നാരായണൻ ശോഭിക്കുന്നത് പോലെ എന്നും ഉപമയ്ക്ക് അർത്ഥം. അങ്ങനെ രണ്ടർത്ഥത്തിലും പുരുഷ ശക്തിഭിർയത എന്നത് ഉപമ വളരെ ഗംഭീര ഉപമ എന്ന് പറയാം. ആ ഭഗവാൻ അച്യുതൻ, യാതൊരു കുലുക്കവുമില്ലാത്തവൻ ഭഗവാനാണ്, സർവൈശ്വര്യ പരിപൂർണനാണ്. അപ്പോൾ വിദൂതശോകാഭി താഭിഹി, വിദൂതശോകങ്ങൾ എന്ന് പറഞ്ഞാൽ ശോകത്തെ നശിപ്പിച്ചവർ, ശോകം ഉപേക്ഷിച്ചവർ, ശോകമില്ലാതെയായവർ. ആ ശോകമില്ലാതെയായവരായ താഭിഹി, താഭിഹി ഗോപിഹി, ആ ഗോപികളാൽ, ഗോപീഭിഹി അർത്ഥം, ഗോപീ ജനങ്ങളോടുകൂടെ വൃതഃ സേവിതഃ ചുറ്റപ്പെട്ടവനായ ഭഗവാൻ അച്യുതഃ
ശക്തിഭിഹി പുരുഷ യഥാ ശക്തികളാൽ സേവിക്കപ്പെട്ട പുരുഷൻ എന്നതുപോലെ അച്യുതനായിക്കൊണ്ട് തന്നെ തത അധികം വിരോചത അത്യന്തം ശോഭിച്ചു എന്നർത്ഥം അല്ലേ. ഭഗവാൻ വൈകുണ്ഠമൂർത്തിക്ക് ചുറ്റും ഈ ശക്തികളൊക്കെ ഇങ്ങനെ ഭഗവാനെ സേവിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു ഗംഭീര ദർശനമാണ്. ഭഗവാൻ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഒരു സുഖമില്ല അല്ലേ. എല്ലാവരും ഭഗവാന്റെ കീഴിലുള്ള ഭഗവാനെ സേവിക്കുന്ന ആളുകളൊക്കെ ഭഗവാന് ജയ് വിളിച്ചുകൊണ്ട് ഭഗവാന് കൊട പിടിച്ച് ആലവട്ട വെഞ്ചാമരാദികൾ വീശിക്കൊണ്ട് ഭഗവാനെ സ്തുതി പാടിക്കൊണ്ട് ഭഗവാനെ അങ്ങനെ സേവിക്കുന്നവരായിക്കൊണ്ട് ചുറ്റും നിൽക്കുമ്പോഴാണ് ഭഗവാന് ആ ഒരു മാഹാത്മ്യം. അതുപോലെ ഇവിടെ പുരുഷൻ തനിയാണെങ്കിൽ, പ്രകൃതി ഇല്ലെങ്കിൽ പുരുഷന് റിഫ്ലക്റ്റ് ചെയ്യാനൊന്നുമില്ല. പുരുഷൻ ഒരു ചൈതന്യം മാത്രമാണ്. ആ ചൈതന്യം പ്രകൃതിയിലാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ആ റിഫ്ലക്റ്റ് ചെയ്യുന്ന പ്രകൃതി ഇല്ലെങ്കിൽ പുരുഷനെ കാണാൻ കഴിയില്ല. ഏതൊരു പ്രകാശത്തിനും അതിൻ്റെ അടുത്ത് എന്തെങ്കിലും ഒരു ഓബ്ജക്റ്റ് ഉണ്ടെങ്കിലേ ആ പ്രകാശം ഉണ്ടെന്ന് തന്നെ നമ്മൾ അറിയുള്ളൂ. എന്തെങ്കിലുമൊക്കെ ഓബ്ജക്റ്റുകൾ ഈ പ്രകാശത്തെ പ്രതിഫലിപ്പിക്കാനായിക്കൊണ്ട് വേണം, പ്രസരിപ്പിക്കാനായിക്കൊണ്ട് വേണം. അതുപോലെ ശുദ്ധ ചൈതന്യമായ പുരുഷൻ ഏകനായിരിക്കുമ്പോൾ അല്ലേ കാണാൻ പോലും കഴിയില്ല. ഇപ്പൊ പ്രകൃതിയോടുകൂടി ചേർന്ന് ശോഭിക്കുന്നതായിട്ടുള്ള പുരുഷനെ പോലെ ഭഗവാൻ ഇവിടെ ഗോപികമാരുടെ മധ്യത്തിൽ ശോഭിക്കുകയാണ് എന്ന്. അതിനൊരു അത്യന്തം രുചിയുണ്ട്, ശോഭയുണ്ട്, കാന്തിയുണ്ട്. ഒറ്റയ്ക്കുള്ള ഭഗവാനേക്കാൾ ഗോപികമാരുടെ നടുവിൽ നിൽക്കുന്ന ഭഗവാൻ കൂടുതൽ ശോഭിക്കുന്നു എന്ന് താല്പര്യം. താഭിർവിദൂതശോകാഭിഹി ഭഗവാനച്യുതോ വൃതഃ വ്യരോചതാധികം താത പുരുഷഃ ശക്തിഭിർയഥാ. അധികം വ്യരോചത, നന്നായി ശോഭിച്ചു. മറ്റത് സ്വയം പ്രകാശിക്കുകയാണ്. ആ സ്വയം പ്രകാശത്തെ നമുക്ക് കാണണമെങ്കിൽ എന്തെങ്കിലും പ്രതിഫലിക്കാൻ വേണം. ഇപ്പൊ സൂര്യനെ പോലും നമ്മൾ അറിയാൻ പറ്റുന്നത് ആ സൂര്യന്റെ ചുറ്റുമുള്ളതായിട്ടുള്ള ഓബ്ജക്ട്സിനെ സൂര്യൻ പ്രകാശിപ്പിക്കുന്നത് കൊണ്ടാണ്. ചുറ്റിൽ ആകാശത്തിലും വായുവിലും അന്തരീക്ഷത്തിലും ഒക്കെ ഉള്ളതായിട്ടുള്ള പല ദ്രവ്യങ്ങളുടെ സാന്നിധ്യം കൊണ്ടാണ് ആകാശമൊക്കെ പ്രകാശിക്കുന്നത്. അന്തരീക്ഷമെല്ലാം പ്രകാശപൂർണമായിരിക്കുന്നത്. ഇവിടെ ഒന്നുമില്ല, ശൂന്യാകാശമാണ്. വാക്വമാണെങ്കിൽ ഇരുട്ടായിരിക്കും. അപ്പോൾ അതുപോലെ അതാണ് നമ്മുടെ സൗന്ദര്യലഹരിയിലും ശിവശക്തിയായുക്തോ യതി ഭവതി ശക്തഃ പ്രഭവിതും നചേദേവം ദേവോ നഖലു കുശലഃ സ്പന്ദിതുമപി എന്നൊക്കെ ആലങ്കാരികമായിട്ട് പറഞ്ഞത്. ഇവിടെയും ഭഗവാൻ തൻ്റെ ശക്തികളായ ഗോപികമാരോടുകൂടെ വിളങ്ങുകയാണ്. ഒരു ചന്ദ്രൻ നക്ഷത്രങ്ങളെ ചുറ്റും നിന്ന് സേവിക്കപ്പെടുന്നത് പോലെ, നക്ഷത്രങ്ങളാൽ ചുറ്റപ്പെട്ട ചന്ദ്രനെ പോലെ ഭഗവാൻ ശോഭിക്കുന്നു എന്ന് നമുക്ക് ഉദാഹരണം പറയാം. താസമാദായ കാളിന്ദ്യാഹ നിർവിശ്യ പുളിനം വിഭുഃ വികസത്കുന്ദമന്ദാരസുരഭ്യനിലഷട്പദം ശരച്ചന്ദ്രാംശു സന്തോഹദ്വസ്തദോഷാതമശിവം കൃഷ്ണായ ഹസ്തതരളാചിതകോമളവാലുകം. താസമാദായ കാളിന്ദ്യാ നിർവിശ്യ പുളിനം വിഭുഃ വികസത്കുന്ദമന്ദാരസുരഭ്യനിലഷട്പദം ശരച്ചന്ദ്രാംശു സന്തോഹദ്വസ്തദോഷാതമശിവം കൃഷ്ണായ ഹസ്തതരളാചിതകോമളവാലുകം. ഭഗവാനെ കുറിച്ച് ഇവിടെ വിഭു എന്ന് പറഞ്ഞു. വിഭു എന്ന് പറഞ്ഞാല് സമർത്ഥൻ, എന്തിനും പോന്നവൻ, സർവശക്തൻ, സർവവ്യാപി, സർവ അന്തര്യാമി ഒക്കെ അർത്ഥമാണ് ഈ വിഭു ശബ്ദത്തിന്. അപ്പോൾ ഈ വിഭുവായിട്ടുള്ള ഭഗവാൻ, എന്തിനും സമർത്ഥനായിട്ടുള്ള ഭഗവാൻ, താഹ സമാദായ, താഹ അവരെ, സമാദായ എല്ലാവരെയും സമ്യക്കാദായ കൂട്ടിക്കൊണ്ട്,
എല്ലാവരെയും കൂട്ടിക്കൊണ്ട് സമാധായ വികസത് കുന്ദമന്ദാര സുരഭ്യനിര ഷഡ്പദം ശരച്ചന്ദ്രാംശു സന്തോഹ ദ്വസ്തദോഷാതമഃ ശിവം കൃഷ്ണായാഹ ഹസ്തതരളാജിത കോമളവാലുകം കാളിന്ദ്യാഹ പുളിനം നിർവിശ്യ അരോചത എന്ന് മുമ്പ് പറഞ്ഞു. വിരോചത, ആ വിരോചത ഇവിടേക്കും കൂടി കൂട്ടാം. വിരാജിച്ചു, വിരോചിച്ചു, ശോഭിച്ചു എന്നൊക്കെ അർത്ഥം. അപ്പോൾ ഇവിടെ കാളിന്ദ്യാഹ പുളിനം, ആ കാളിന്തി നദിയുടെ തീരം, പുളിനം, ആ തീരത്തെയാണ് ഇവിടെ ഭഗവാൻ പ്രവേശിച്ചു എന്ന് പറയുന്ന തീരത്തെ വർണ്ണിക്കുന്ന വിശേഷണങ്ങളാണ്. എന്തൊക്കെയാണ്? വികസത് കുന്ദമന്ദാര സുരഭ്യനില ഷഡ്പദം ഒരു വിശേഷണം. ആ കാളിന്തി തീരത്ത് നല്ല വികസിച്ചതായിരിക്കുന്ന രാത്രി നേരത്ത് വിരിയുന്നതായിട്ടുള്ള കുന്തം, കുരുക്കുത്തി മുല്ലകൾ, അതുപോലെ മന്ദാര പുഷ്പങ്ങൾ, അവയുടെയൊക്കെ സുരഭി, അവയുടെയൊക്കെ സുഗന്ധം നിറഞ്ഞിരിക്കുന്ന അനിലനും, വായു വീശുന്നുണ്ട്, മന്ദവായു അല്ലേ, മന്ദമാരുതൻ വീശുന്നുണ്ട്. ഷഡ്പദങ്ങൾ, വണ്ടുകളും തേനീച്ചകളും മൂളി പറക്കുന്നുണ്ട് തേൻ കുടിക്കാനായിക്കൊണ്ട്. അപ്പൊ ഇങ്ങനെ രാത്രിയിൽ വികസിക്കുന്നതായിട്ടുള്ള വെളുത്ത പുഷ്പങ്ങൾ, കുന്തം, മന്ദാരം മുതലായ പുഷ്പങ്ങൾ, അവയുടെ സുരഭിയോടുകൂടിയതായിട്ടുള്ള അനിലനോടുകൂടിയതും ഷഡ്പദങ്ങളോടുകൂടിയതുമായിട്ടുള്ള ആ കാളിന്തി പുളിനം. അപ്പോൾ ഈ എന്താ പറയുക, രാസക്രീഡയ്ക്ക് അനുകൂലമായിട്ടുള്ളൊരു പശ്ചാത്തലം അവിടെ ഒരുങ്ങി ഭഗവാന്റെ ഇച്ഛ കൊണ്ട് എന്ന് പറയണം. എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നതായിട്ടുള്ള ഒരു പ്രകൃതി അവിടെ ഒരുങ്ങി എന്ന് പറയണം. ആ പ്രകൃതി തന്നെ ഭഗവാനെ സേവിക്കാനായിക്കൊണ്ട് സജ്ജമായി എന്ന് പറയണം. വികസത് കുന്ദമന്ദാര സുരഭ്യനില ഷഡ്പദം. പിന്നത് ശരചന്ദ്രാംശു സന്തോഹദ്വസ്ത ദോഷാതമഃ. രാത്രിയിലെ തമസ്, ദോഷാതമഃ. ദോഷ എന്ന് പറഞ്ഞാൽ രാത്രി എന്നർത്ഥമാണ്. ദോഷാതമഃ എന്ന് പറഞ്ഞാലോ രാത്രിയിലെ ഇരുട്ട്. ആ രാത്രിയിലെ ഇരുട്ടിനെ ധ്വംസിച്ചിട്ടുണ്ട്. എങ്ങനെ? ശരചന്ദ്രാംശു സന്തോഹത്താൽ. ശരത്ചന്ദ്രൻ, ശരത്കാലത്തിലെ ചന്ദ്രൻ, നല്ല തെളിഞ്ഞ് പ്രകാശിക്കുന്ന ചന്ദ്രൻ, അദ്ദേഹത്തിന്റെ അംശു സന്തോഹം. അംശുക്കൾ, കിരണങ്ങൾ, സന്തോഹം, പ്രവാഹം അല്ലെങ്കിൽ സമൂഹം എന്നൊക്കെ അർത്ഥമാണ്. അപ്പോൾ ഭഗവാൻ എന്താ പറയുക, ശരത്കാല ചന്ദ്രന്റെ കിരണാവലികളുടെ പ്രകാശ ആ ഒരു പ്രവാഹം കൊണ്ട് രാത്രിയുടെ ഇരുട്ടിനെ നശിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ നശിച്ച ഇരുട്ട് അല്പം പോലും ഇല്ലാത്തതായിട്ടുള്ള തെളിഞ്ഞ നിലാവോടുകൂടിയതായിട്ടുള്ള ആ കാളിന്തി തീരത്തെ പ്രവേശിച്ചു എന്ന്. അപ്പോൾ എല്ലാം വേണ്ട, അപ്പൊ മൊത്തത്തിൽ ഇരുട്ടല്ല എന്നും കൂടി സൂചിപ്പിക്കണം. എല്ലാം കൂടി തികഞ്ഞതായിട്ടുള്ള ഒരു അന്തരീക്ഷം. ശരചന്ദ്രാംശു സന്തോഹ ദ്വസ്തദോഷാതമഃ. ശിവം എന്നും പറഞ്ഞു. ശിവം എന്നാൽ ഇതൊക്കെ കൊണ്ട് മംഗളകരമായി തീർന്നു അല്ലേ. വേണ്ടത്ര ഫാനായി, ലൈറ്റായി, അല്ലെങ്കിൽ AC ആയി. ലൈറ്റ് എവിടെ നിന്നാണ്? സാക്ഷാൽ ചന്ദ്രന്റെ പ്രകാശകിരണങ്ങളാണ് ഈ ആവശ്യത്തിനുള്ളതായിട്ടുള്ള നൈറ്റ് ലാമ്പായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതുപോലെ മന്ദമാരുതൻ നല്ല സെന്റോട് കൂടിയിട്ട് അല്ലെ, കുന്തമന്ദാരാദി നല്ല പുഷ്പങ്ങളുടെ കാറ്റ് മന്ദമായി വീശുന്നു. ഷഡ്പദങ്ങളുടെ സംഗീതം വേറെ ശ്രുതിയായിട്ട് മുഴങ്ങുന്നു. ഇനിയിപ്പോൾ എന്താ വേണ്ടത്? എല്ലാറ്റിനും വേണ്ട അറ്റ്മോസ്ഫിയർ ആയി എന്ന് പറയുക. അങ്ങനെ ഉള്ളതായിട്ടുള്ള കൃഷ്ണായാഹ ഹസ്തതരളാചിത കോമളവാലുകം. ഇനി കൃഷ്ണ എന്ന് പറയുന്നത് ഇവിടെ കാളിന്തി നദിയാണ്. കൃഷ്ണായാഹ കാളിന്ത്യാഹ. ആ കാളിന്തി നദിയുടെ ഹസ്തം എന്ന് പറഞ്ഞാൽ കൈകളാണ്. നദിയുടെ കൈകൾ എന്താണ്? അതിന്റെ തിരമാലകളാണ്. അപ്പൊ തിരമാലകൾ കൊണ്ട് തരള ആചിത കോമള വാലുകം. ആ തിരമാലകളാൽ വ്യാപിക്കപ്പെട്ട് കോമളമാക്കപ്പെട്ട മണൽത്തരികളോടുകൂടിയ കാളിന്ത്യാഹ പുളിനം. അപ്പോ വൃത്തികേടുമില്ല എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്.
ഇനി മണൽ തരികൾ കാഠിന്യമുള്ളതുമല്ല. എപ്പോഴും ഇങ്ങനെ കാളിന്തിയുടെ തിരമാലകൾ ഈ തീരത്തെ ഇങ്ങനെ വന്ന് തഴുകിക്കൊണ്ട് ആ മണലിനെയെല്ലാം ശുദ്ധീകരിച്ചിട്ടുണ്ട്. നല്ല ശുദ്ധമായിട്ടുള്ള പഞ്ചസാര പോലെയുള്ളതായിട്ടുള്ള ആ ഒരു മൺതരികളാണ് എന്ന് സൂചിപ്പിക്കുകയാണ്. അപ്പൊ നല്ല സുഖമായിരിക്കും, മെത്തയും ഒരുങ്ങി എന്ന് പറയാം അല്ലെ. ഭൂമിയിലും അന്തരീക്ഷത്തിലും ആകാശത്തിലും എല്ലായിടത്തും എല്ലാം വേണ്ടതെല്ലാം ഒരുങ്ങി ഭഗവാന്റെ ആ ഒരു രാസക്രീഡ എന്നുള്ളതായിട്ടുള്ള ഗോപികമാരുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ആ ലീലയ്ക്ക് വേണ്ടതായിട്ടുള്ള പശ്ചാത്തലം ഒരുങ്ങി. അപ്പൊ ഭൂമിയിലും അവർ തിരഞ്ഞെടുത്ത സ്ഥലം കാളിന്തി തീരം, അത് കാളിന്തിയിലെ തിരമാലകൾ കൊണ്ട് എപ്പോഴും ശുദ്ധീകരിക്കപ്പെട്ടതാണ്. ആ കാളിന്തി ദേവി തന്റെ തീരത്തെ എപ്പോഴും തുടച്ച് വൃത്തിയാക്കിക്കൊണ്ടിരുന്നു, എപ്പോഴും ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ശുദ്ധമായിട്ടുള്ള പഞ്ചസാര പോലെയുള്ളതായിട്ടുള്ള മണൽത്തരികളോട് കൂടിയതാണ്. വാലുകം എന്നാൽ മണൽത്തരികളാണ്. അതോട് കൂടിയതായിട്ടുള്ള പുളിനം, തിട്ട, നദിയുടെ കര, തീരം എന്ന അർത്ഥത്തിൽ പുളിനം. ആ പുളിനത്തിൽ നിർവേശിച്ച് ഭഗവാൻ ഈ ഗോപികമാരോടുകൂടി ശോഭിക്കുകയാണ് അവിടെ എന്ന് പറയണം. എല്ലാം സജ്ജമായി കഴിഞ്ഞു. തദ്ദർശനാഹ്ലാദവിധൂതഹൃദ്രുജോ മനോരഥാന്തം ശ്രുതയോ യദായയുഃ സ്വൈരുത്തരീയൈകുചകുങ്കുമാങ്കിതൈഃ അചീക്ലുപൻ ആസനമാത്മബന്ധവേ. തദ്ദർശനാഹ്ലാദവിദൂതഹൃദ്രുജോ മനോരഥാന്തം ശ്രുതയോ യദായയുഃ സ്വൈരുത്തരീയൈകുചകുങ്കുമാങ്കിതൈഃ അചീക്ലുപൻ ആസനമാത്മബന്ധവേ. ഇവിടെ ഗോപികമാര് എന്ത് ചെയ്തു എന്ന് പറയണം. ഗോപികമാരെന്താ ചെയ്തത്? ആത്മബന്ധവേ ആസനം അചീക്ലുപന്. ആത്മബന്ധവേ എന്ന് പറഞ്ഞാൽ ആത്മബന്ധുവിനായിക്കൊണ്ട്, അവരുടെ ഏറ്റവും പ്രിയപ്പെട്ടവനായ ബന്ധുവായ ഭഗവാനായിക്കൊണ്ട് ആസനം, അദ്ദേഹത്തിന് ഇരിക്കാനും കിടക്കാനും ഒക്കെ ഉള്ളതായിട്ടുള്ള വിരി, മെത്ത, അത് അചീക്ലിപത്. അചീക്ലിപത് എന്ന് പറഞ്ഞാൽ ക്ലിപ്തപ്പെടുത്തി എന്നറിയണം. ക്ലിപ്തപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിശ്ചയിക്കുക, വേണ്ട പോലെ വിരിക്കുക എന്ന അർത്ഥത്തിലാണ് ഇവിടെ. ആസനം നിശ്ചയിച്ചു, ആസനത്തെ ക്ലിപ്തപ്പെടുത്തി എന്ന് പറഞ്ഞാൽ ആസനത്തെ വേണ്ടതുപോലെ വിരിച്ചു വെച്ചു എന്നർത്ഥം. എങ്ങനെയാണ് അവർ ആസനം ഉണ്ടാക്കിയത്? സ്വൈഹി ഉത്തരീയൈഹി. ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ ചെയ്തു. എൻ്റെ ബന്ധുവിന് ഞാനല്ലാതെ പിന്നെ ആരാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുക? അപ്പൊ എന്നെ കാണാൻ, എന്നെ സന്തോഷിപ്പിക്കാനായിട്ട് എൻ്റെ അടുത്തേക്ക് വന്ന എൻ്റെ പ്രിയപ്പെട്ടതായിട്ടുള്ള ആ ബന്ധുവിന് ഭഗവാന് എന്താ പറയുക, തൻ്റെ ഉത്തരീയത്തെ ഭഗവാന് വിരിച്ചു എന്നാണ്. അപ്പോൾ ഒരാൾ വിരിച്ചു കഴിയുമ്പോൾ അത് പോരാ, ഓരോരുത്തരും മേലേക്ക് മേലെ മേലേക്ക് മേലെ അതിനെ വിസ്തരിച്ച് കൂടുതൽ ഘനത്തിലും കൂടുതൽ വിസ്താരത്തിലും ഏരിയയും കൂട്ടണം, ഘനവും കൂട്ടണം, അല്ലേ? നല്ല സുഖമായിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ ഭഗവാന്. അപ്പോൾ ഓരോരുത്തരും അവരവരുടെ ഉത്തരീയത്തെ വിരിച്ചു കൊടുത്തു, കോൺട്രിബ്യൂട്ട് ചെയ്തു എന്നർത്ഥം. സ്വൈഹി ഉത്തരീയൈഹി. ആ ഉത്തരീയമോ അത് നല്ല എന്താ പറയുക, വാസനയുള്ളതാണ്. എന്ത് വാസനയാണുള്ളത്? ഈ ഗോപികമാരുടെ കുചകുങ്കുമ അങ്കിതങ്ങളാണ്. അവർ ധരിച്ചിരുന്ന ഉത്തരീയത്തിലൊക്കെ അവരുടെ കുചത്തിൽ ധരിച്ചിരുന്ന കുങ്കുമങ്ങൾ അത് പുരണ്ടിട്ടുണ്ട്. കുചകുങ്കുമങ്ങളാൽ പുരളപ്പെട്ടതായിട്ടുള്ള അങ്കിതങ്ങളായ അവരുടെ ഉത്തരീയങ്ങളെ അവർ വിരിച്ചു കൊടുത്തു എന്നാണ്. അപ്പൊ അവർക്ക് ശരീരബോധമേ ഇല്ലാതായി എന്നും കൂടി താല്പര്യം. യാതൊരു തരത്തിലുള്ള ആ ശരീര അഭിമാനവും അവർക്കില്ല. അവരുടെ ശരീരത്തെ മാറിനെ മറച്ചിരുന്നതായിട്ടുള്ള ആ കുങ്കുമത്തോട് ചേർന്ന് കിടന്നിരുന്നതായിട്ടുള്ള അവരുടെ ആ ഉത്തരീയങ്ങളെയെല്ലാം അവര് ഭഗവാന് വേണ്ടി വിരിച്ചു കൊടുത്തു. ഭഗവാനെ സൽക്കരിക്കാനായിക്കൊണ്ട് ഭഗവാന് മെത്തയൊരുക്കി എന്നാണ്. അപ്പോ സ്വൈഹി ഉത്തരീയൈഹി കുചകുങ്കുമാങ്കിതൈഹി അചീക്ലുപൻ ആസനം ആത്മബന്ധവേ. എങ്ങനെയുള്ളവരായിട്ട്? തദ്ദർശനാഹ്ലാദ വിദൂത ഹൃദ്രുജ. അവരുടെ ഹൃദ്രുജ എന്ന് പറഞ്ഞാൽ ഹൃദ്രോഗം, ഹൃദ്രുക്ക് എന്ന് പറഞ്ഞാൽ ഹൃദ്രോഗം, അതിന്റെ ബഹുവചനമാണ്. ഇവരെല്ലാവരും ഹൃദ്രോഗം മാറിയവരായി.
എല്ലാവരുടെയും ഹൃദ്രോഗം മാറി. എന്താ ഹൃദ്രോഗം? അവരുടെ ഉള്ളിലുള്ള ഹൃദയത്തിലുള്ള പീഡയാണ്, വിരഹ ദുഃഖമാണ്, കാമപീഡയാണ്. ഭഗവാനെ കാണാതായപ്പോണ്ടായിരുന്നതും മുമ്പ് ഭഗവാനോടുള്ള പ്രേമം കൊണ്ടുണ്ടായിട്ടുള്ളതുമായിട്ടുള്ള എന്തെന്നില്ലാത്ത ഭഗവാനെ പ്രാപിക്കണം എന്നുള്ളതായിട്ടുള്ള താപം, ആ ഹൃദയ താപം തന്നെയാണ്, ഹൃദയത്തിലുള്ള ആ കാമം തന്നെയാണ് അവരുടെ ഹൃദ്രോഗം. ആ ഹൃദ്രോഗം വിദൂതം നശിപ്പിക്കപ്പെട്ടു. എങ്ങനെ? തദ്ദർശനാഹ്ലാദത്താൽ. ഭഗവാനെ കണ്ടതായിട്ടുള്ള സമയത്ത് തന്നെ അതിൻ്റെ ആഹ്ലാദം, ആ നിറവ് അവരുടെ ഉള്ളിലുണ്ടായിരുന്ന പീഡയെ എല്ലാം അകറ്റി. ഇപ്പൊ അവർക്ക് കോൺഫിഡൻസ് ആയി. ഇനി ഭഗവാൻ നമ്മെ വിട്ട് എവിടെയും പോവില്ല, നമ്മളോട് കരുണയുള്ളവൻ തന്നെയാണ് ഭഗവാൻ, നമ്മൾക്ക് ആഗ്രഹിച്ചതെല്ലാം ഭഗവാൻ തരും, ഭഗവാൻ നമ്മുടെ സ്വന്തം ആള് തന്നെയാണ് എന്നുള്ളതായിട്ടുള്ള ഒരു വിശ്വാസവും ആ ഒരു ഇതെല്ലാം അവരുടെ ഉള്ളില് അവരുടെ പീഡകളെയെല്ലാം അകറ്റി എന്നാണ്. തദ്ദർശനാഹ്ലാദ വിദൂത ഹൃദ്രുജ. ഭഗവാനെ ദർശിച്ചത് കൊണ്ടുണ്ടായ ആഹ്ലാദം കൊണ്ട് നശിപ്പിച്ച അല്ലെങ്കിൽ കഴുകിക്കളഞ്ഞ ഹൃദ്രോഗത്തോടു കൂടിയവരായിട്ടുള്ള ഗോപികമാർ മനോരഥാന്തം യയുഹു, അവരുടെ മനോരഥത്തിന്റെ അന്തത്തെ യയുഹു പ്രാപിച്ചു എന്നർത്ഥം. യയുഹു യാനം ചെയ്തു, പ്രാപിച്ചു. മനോരഥാന്തം എന്ന് പറഞ്ഞാൽ അവരുടെ മനോരഥത്തിലെ ഏറ്റവും ലക്ഷ്യം. അന്തം എന്നാൽ ലക്ഷ്യം. അപ്പൊ എന്താണോ അവരെല്ലാം മനോരഥം കണ്ടത്, എന്താണോ ആഗ്രഹിച്ചത്, ആ ആഗ്രഹത്തിന്റെ സാഫല്യത്തെ അവർ പ്രാപിച്ചു. അവർ ധന്യകളായി തീർന്നു. ഭഗവാൻ വന്നതോടുകൂടി, ഭഗവാന്റെ സാമീപ്യം കിട്ടിയതോടുകൂടി അവർ പൂർണ്ണ തൃപ്തകളായി തീർന്നു. അവരുടെ ഹൃദയ രോഗങ്ങളെല്ലാം മാറി. അങ്ങനെ മനോരഥാന്തം യയുഹു. അതിനിവിടെ ഉപമ പറഞ്ഞത് ശ്രുതയോ യഥാ. ശ്രുതയോ യഥാ എന്ന് പറഞ്ഞു. ഇവിടെ ശ്രുതയോ യഥാ എന്ന് പറഞ്ഞാൽ ശ്രുതികൾ എന്ന പോലെ. ശ്രുതികൾ. അപ്പോ ശ്രുതികൾ എന്താണ്? ശ്രുതികൾ വേദം. ആ വേദത്തിന്റെ ദേവതകളെയാണ് ഇവിടെ ഉദ്ദേശിച്ചത് ശ്രുതയ എന്ന് പറയുന്നത്. അപ്പോൾ വേദത്തിന് എല്ലാ ഭാഗങ്ങൾക്കും, എല്ലാ എന്താ പറയുക, കാണ്ഡങ്ങൾക്കും അതിലുള്ള ഓരോരോ സംഹിതകൾക്കും എല്ലാറ്റിനും ദേവതകളുണ്ട്. മന്ത്രങ്ങൾക്കൊക്കെ ദേവതകളുണ്ട്. ആ ദേവതകള് മനുഷ്യരെ അനുഗ്രഹിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ ആ വേദങ്ങളിൽ കൂടുതൽ ഭാഗവും കർമ്മകാണ്ഡങ്ങളാണ്. അപ്പോൾ വേദത്തിൽ പറഞ്ഞിരിക്കുന്ന കർമ്മകാണ്ഡങ്ങൾക്കനുസരിച്ച് പ്രവർത്തിച്ച് അതിനനുസരിച്ചിട്ടുള്ള ഫലം ലഭിച്ചിട്ടും ഭൂരിപക്ഷം ആളുകളും തൃപ്തരാവുകയില്ല. അവർക്ക് ഇനിയും വേണം, ഇനിയും വേണം, ഇനിയും വേണം. ഏതെല്ലാം അനുഭവങ്ങൾ കിട്ടിയാലും അവർക്ക് മതിയാവില്ല. അപ്പൊ കർമ്മകാണ്ഡം കൊണ്ട് നേടുന്നതായിട്ടുള്ള ഏത് ഫലമാണെങ്കിലും അത് മനുഷ്യനെ തൃപ്തിപ്പെടുത്താൻ പോകുന്നതല്ല. അതുകൊണ്ട് മനുഷ്യൻ വീണ്ടും ദുഃഖിയായിരിക്കും, അതൃപ്തനായിരിക്കും. അത് കാണുമ്പോൾ ഈ വേദദേവതകൾ, ശ്രുതിമാതാക്കൾ വിഷമിക്കും. എൻ്റെ മക്കൾക്ക് വേണ്ടതായില്ലല്ലോ, അവർക്ക് സന്തോഷമായില്ലല്ലോ, എനിക്ക് അവർക്ക് സന്തോഷം കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് വേദമാതാവ് വ്യസനിക്കും. എന്നാൽ അതേ വേദത്തിൻ്റെ തന്നെ പ്രധാന ഭാഗമായിട്ടുള്ള വേദാന്തം അഥവാ ഉപനിഷത്തുക്കൾ, ആ ഉപനിഷത്തുക്കളെ സേവിക്കുന്നതായിട്ടുള്ള ആളുകൾ, ഭഗവാനെ കാണിച്ചു കൊടുക്കുന്നതാണ് ഉപനിഷത്തുക്കൾ, അല്ലെങ്കിൽ ആത്മജ്ഞാനം നേടിക്കൊടുക്കുന്നതാണ് ഉപനിഷത്തുക്കൾ. ആ ആത്മസാക്ഷാത്കാരം നേടിക്കൊടുക്കുമ്പോൾ അവർക്കുണ്ടാവുന്ന സന്തോഷം, ഭഗവാനെ പ്രാപിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദം, അങ്ങനെ ആ വേദാന്ത വാക്യങ്ങളെ കൊണ്ട്, അതിൻ്റെ ശ്രവണ മനന നിധിധ്യാസനങ്ങൾ കൊണ്ട് മനുഷ്യർ ആനന്ദിക്കുന്നത് കാണുമ്പോഴാണ് വാസ്തവത്തിൽ ശ്രുതിമാതാവും സന്തോഷിക്കുക. അപ്പോൾ ശ്രുതിമാതാവിനെ സന്തോഷിപ്പിക്കണമെങ്കിൽ എന്ത് വേണം? അതിൻ്റെ അവസാന ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന അഥവാ വേദാന്തം അഥവാ ഉപനിഷത്തുക്കളിൽ പറഞ്ഞിരിക്കുന്ന തത്വമസ്യാദി മഹാവാക്യങ്ങളുടെ അർത്ഥം വേണ്ട പോലെ വിചാരം ചെയ്ത് അത് സാക്ഷാത്കരിച്ച് ഓരോ മനുഷ്യനും നിറവാവണം, അല്ലേ? പൂർണ്ണതയെ പ്രാപിക്കണം, ധന്യതയെ പ്രാപിക്കണം. അങ്ങനെയുള്ളവൻ ഒരിക്കലും ദുഃഖമുണ്ടാവില്ല.
ഈ ജ്ഞാനം നേടിക്കഴിഞ്ഞാൽ പിന്നെ അവന് ദുഃഖലേശമില്ല. തസ്യ കോ മോഹക്ക ശോക ഏകത്വം അനുപശ്യത. ഈ തത്വത്തെ, ഈശ്വര സാക്ഷാത്കാരം നേടിക്കഴിഞ്ഞ ഒരു മനുഷ്യന് എവിടുന്ന് ശോകം, മോഹം? അപ്പോൾ ആ ഒരു ഈശ്വരപ്രാപ്തി നേടിക്കഴിയുന്ന ഒരു ജീവൻ എങ്ങനെ സന്തോഷിക്കുന്നുവോ അത് കാണുമ്പോൾ ശ്രുതിമാതാവ് സന്തോഷിക്കും പോലെ ഈ ഗോപികമാരും എന്താ പറയുക, സന്തോഷിച്ചു. നാശ്രുതയോ യഥാ. കാരണം അവരുടെ ഇത്രയും കാലത്തെ അധ്വാനത്തിന്റെ, അവരുടെ തപസ്സിന്റെ, അവരുടെ സാധനകളുടെ, ഭഗവാനെ പ്രാപിക്കാൻ വേണ്ടി അവർ ചെയ്തതായിട്ടുള്ള എല്ലാ ശ്രമങ്ങളുടെയും സാഫല്യം നേടിയിരിക്കുകയാണ്. മനുഷ്യരെ ജീവിതത്തിൽ മുഴുവൻ എന്തിനാണ് പരിശ്രമിക്കുന്നത്? ആനന്ദം നേടാനാണ്, സുഖം നേടാനാണ്. അതിനു വേണ്ടിയിട്ടാണ് അവർ വേദങ്ങളെ ആശ്രയിക്കുന്നത്. എന്നിട്ട് വേദങ്ങളിൽ, മന്ത്രങ്ങളിൽ പറഞ്ഞതുപോലെ ഓരോ കർമ്മങ്ങൾ ചെയ്യുന്നു. ആ കർമ്മങ്ങളൊക്കെ ചെയ്ത് അതിൽ നിന്ന് അവർക്ക് ഫലങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ എന്നിട്ടും അവർ തൃപ്തരാവുന്നില്ല. പിന്നീട് അത് മനസ്സിലാക്കി പരീക്ഷ ലോകാൻ കർമ്മചിതാൻ ബ്രാഹ്മണ നിർവേദമായാത് നാസ്തി അകൃതകൃതേന. എന്നിട്ടോ തദ്വിജ്ഞാനാർത്ഥം സ ഗുരുമേവാഭിഗച്ഛേത് സമിത്പാണിഹി ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠം. അങ്ങനെ ഗുരുവിൻ്റെ അടുത്ത് പോയി കഴിയുമ്പോൾ ആ ഗുരുവിൽ നിന്നാണ് വേദാന്തം ശ്രവിക്കാനായിട്ട് സാധിക്കുക. അങ്ങനെ ഗുരുവിൽ നിന്ന് വേദാന്ത ശ്രവണ മനന നിധിധ്യാസനങ്ങൾ ചെയ്ത് ആത്മസാക്ഷാത്കാരം നേടിക്കഴിയുമ്പോഴാണ് ആ വേദങ്ങൾ തന്നെ അവർ സ്വയം സന്തോഷിക്കുക. ഇത്രയും പേരെ കരകയറ്റാനായിട്ട് നമുക്ക് സാധിച്ചുവല്ലോ, ഇത്രയും മനുഷ്യരുടെ ദുഃഖങ്ങൾ അകറ്റാനായിക്കൊണ്ട് നമുക്ക് സാധിച്ചുവല്ലോ എന്ന് ശ്രുതി മാതാവ് സന്തോഷിക്കും. അതുപോലെ ഈ ഗോപികമാരും അവരുടെ ഇത്രയും കാലത്തെ എല്ലാ കർമ്മകാണ്ഡങ്ങളും അവസാനിച്ചു. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചഃ. എല്ലാ കർമ്മകാണ്ഡങ്ങളും അവസാനിപ്പിച്ച് ഭഗവാനെ സാക്ഷാത്കരിച്ചവരായി തീരുകയാണ് ഈ ഗോപികമാര്. ഭഗവാന്റെ സാമീപ്യം കൊണ്ട് ധന്യധന്യരായി തീരുകയാണ് ഈ ഗോപികമാര്. ഇതൊക്കെ ഈ ഉപമകളൊക്കെ വളരെ സൂക്ഷിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ഓരോ ഉപമകളും മുഴുവൻ തത്വങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ നിന്നാണ് നമ്മൾ ഈ രംഗത്തെക്കുറിച്ച് വേണ്ട പോലെ വിചാരം ചെയ്യേണ്ടത്. ഈ രാസക്രീഡ എന്താണ് എന്നറിയണമെങ്കിൽ ഇതൊക്കെ കൂടുതലായിട്ട് നമ്മൾ വിചാരം ചെയ്യണം. വെറുതെ കഥ മാത്രമല്ല അത്. അപ്പോൾ ഗോപികമാരുടെ ജന്മസാഫല്യമാണ് അവർക്ക് ഈ ഭഗവത് പ്രാപ്തിയിലൂടെ അവർ പ്രാപിക്കുന്നത്. അതാണ് ശ്രുതയോ യഥാ എന്ന് പറഞ്ഞത്. തദ്ദർശനാഹ്ലാദവിദൂത ഹൃദ്രുജോ മനോരഥാന്തം ശ്രുതയോ യഥാ യയുഃ സ്വൈരുത്തരീയൈ കുചകുങ്കുമാങ്കിതൈഃ അചീക്ലുപൻ ആസനമാത്മബന്ധവേ. അപ്പം ഇനിയിപ്പോൾ അവരുടെ ഉത്തരീയങ്ങളെല്ലാം അവർ മേലയ്ക്ക് മേലെ വിരിച്ച് ഭഗവാന് ഇരിക്കാനുള്ളതായിട്ടുള്ള ആസനമാക്കി തീർത്തു. അല്ലേ, നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളും ഭഗവാൻ ഇരിക്കാനുള്ള ആസനം തന്നെയാണ്. ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയത്തെ ക്ഷേത്രജ്ഞം ചാപി മാം വിദ്ധി സർവക്ഷേത്രേഷു ഭാരത. നമ്മുടെ ശരീരത്തിൽ പഞ്ചകോശങ്ങളുണ്ട്, പഞ്ച ഉത്തരീയങ്ങളുണ്ട്. അതൊക്കെ ഭഗവാൻ ഇരിക്കാനുള്ള സ്ഥാനങ്ങളാണെന്ന് നമ്മൾ തിരിച്ചറിയണം. അല്ലാതെ അത് ആയതനങ്ങളാണ്, ആലയങ്ങളാണ്, വാസസ്ഥാനങ്ങളാണ്. ഈ ഗോപികമാരുടെ ഉത്തരീയത്തിൽ നിന്ന് ഈ ഒരു ചിന്ത കൂടി നമുക്കുണ്ടാവട്ടെ. ഭഗവാൻ ഇരിക്കാനുള്ളതാണ് ഉത്തരീയം എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ശരീരകോശങ്ങളെല്ലാം തന്നെ ഭഗവാൻ ഇരിക്കാനുള്ള ഉത്തരീയങ്ങളായി തീരട്ടെ. നമുക്കും വിരിച്ചു കൊടുക്കാം ഭഗവാന് സുഖമായിരിക്കാൻ. അചീക്ലപൻ ആസനമാത്മബന്ധവേ തത്രോപവിഷ്ടോ ഭഗവാൻ സ ഈശ്വരോ യോഗേശ്വരാന്തരഹൃതി കൽപ്പിതാസനഃ ചകാസ ഗോപീ പരിഷദ്ഗതോർച്ചിതഃ
ത്രൈലോക്യലക്ഷ്മൈകപദം വപുരുദതത് തത്രോപവിഷ്ടോ ഭഗവാൻ സ ഈശ്വരോ യോഗേശ്വരാന്തർഹൃതി കൽപ്പിതാസനഃ ചകാസ ഗോപീപരിഷദ്ഗതോർച്ചിതഃ ത്രൈലോക്യലക്ഷ്മൈകപദം വപുരുദതത്. ആ ഭഗവാൻ അവിടെ ഇരുന്നു എന്ന് പറയണം. തത്ര ഉപവിഷ്ടഃ ഭഗവാൻ. ഭഗവാൻ ആരാണ്? ഐശ്വര്യാദി ഷഡ്ഗുണ പരിപൂർണ, അല്ലെങ്കിൽ സർവഗുണ പരിപൂർണ, എല്ലാ ഗുണങ്ങളോടും കൂടിയവനായിട്ടുള്ള ഈശ്വര, സർവനിയന്താവായിരിക്കുന്ന, അല്ലെ, ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നവനായിട്ടുള്ള ഭഗവാൻ. യോഗേശ്വര അന്തർഹൃതി കൽപ്പിതാസന, ഭഗവാനെ വിശേഷിപ്പിച്ചു യോഗേശ്വര അന്തർഹൃതി കൽപ്പിതാസന. എത്രയോ യോഗേശ്വരന്മാര് ഭഗവാനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ ഹൃദയത്തിൽ. അപ്പൊ അവരുടെ ഹൃദയത്തിൽ തന്റെ ആസനം കൽപ്പിച്ചിരിക്കുന്നവനാണ് ഭഗവാൻ. യോഗേശ്വരന്മാരാൽ അവരുടെ ധ്യാനത്തിൽ, സമാധിയിൽ അവരനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഭഗവാനെ. അപ്പൊ ഭഗവാൻ അവരുടെയൊക്കെ ഹൃദയത്തിലാണ് കുടികൊള്ളുന്നത്. അങ്ങനെയുള്ള യോഗേശ്വരാന്തര ഹൃദി കൽപ്പിതാസന ഭഗവാൻ തത്ര ഉപവിഷ്ട, ഈ ഗോപികമാരുടെ ഈ ഉത്തരീയത്തിൽ ഉപവിഷ്ടനായി ഇരുന്നു എന്നർത്ഥം. അർച്ചിത, ഈ ഗോപികമാരാൽ പൂജിക്കപ്പെട്ടവനായി, സൽക്കരിക്കപ്പെട്ടവനായി. എന്തൊക്കെ? താമ്പൂലാദി ഇതൊക്കെ ഭഗവാന് സമർപ്പിക്കും അവര്. അവരുടെ കയ്യിൽ എന്തൊക്കെയാണ്? പൂക്കള്, മാലകള്, എന്തൊക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ടോ അതൊക്കെ ഭഗവാന് സമർപ്പിക്കും. താമ്പൂലാദികളൊക്കെ ഭഗവാന് സമർപ്പിക്കും. അങ്ങനെ അർച്ചിത, പൂജിക്കപ്പെട്ടവനായിട്ട് ത്രൈലോക്യ ലക്ഷ്മീക പദം വപുഹു ദദത് സഹചകാസ. സഹചകാസ, അവൻ കാശിച്ചു, ശോഭിച്ചു. ചകാസ എന്ന് പറഞ്ഞാൽ കാസിക്കുക എന്ന് പറഞ്ഞാൽ ശോഭിക്കുകയാണ്, പ്രകാശിക്കുകയാണ്. അപ്പൊ ഭഗവാൻ ശോഭിച്ചു. എങ്ങനെ? വപുഹു ദദത്, ശരീരം ധരിച്ചുകൊണ്ട്. എങ്ങനെയുള്ള ശരീരം? ത്രൈലോക്യ ലക്ഷ്മി ഐകപദം. ത്രൈലോക്യ ലക്ഷ്മിക്കും ഏകപദമായിരിക്കുന്ന വപു എന്ന് പറഞ്ഞാൽ, ത്രൈലോക്യ ലക്ഷ്മി എന്ന് പറഞ്ഞാൽ 3 ലോകങ്ങൾക്കും മംഗളത്തെ കൊടുക്കുന്നതായിട്ടുള്ള ആ ശക്തി, അതാണ് ത്രൈലോക്യ ലക്ഷ്മി. 3 ലോകത്തിനും മംഗളത്തെ കൊടുക്കുന്ന, മംഗളാനാം ച മംഗളം, സർവമംഗള മാംഗല്യ, അല്ലേ? അങ്ങനെ എല്ലാ മംഗളങ്ങൾക്കും മംഗളത്തെ കൊടുക്കുന്നതായിട്ടുള്ള ആ ശക്തിയെ, അതിനൊക്കെ ഏകപദം. ഏകപദം എന്ന് പറഞ്ഞാൽ ഒറ്റ സ്ഥാനം, വേറെ എവിടെയല്ല. ഭഗവാന്റെ ശരീരമാണ് ഇതിന്റെ എല്ലാം ഉത്ഭവസ്ഥാനം എന്നർത്ഥം. 3 ലോകങ്ങൾക്കും എന്തെല്ലാം ലക്ഷ്മിയുണ്ടോ, എന്തെല്ലാം വിശേഷമായിട്ടുള്ള കാന്തിയുണ്ടോ, എന്തെല്ലാം മംഗളമുണ്ടോ, എവിടെയൊക്കെ നിങ്ങൾ എന്തെല്ലാം നന്മകൾ കാണുന്നുവോ അതൊക്കെയാണ് ലക്ഷ്മി എന്ന് പറയുന്നത്. നമ്മളെ ആകർഷിക്കുന്നതായിട്ടുള്ള ഏത് നന്മകളും ലക്ഷ്മിയാണ്. സൗന്ദര്യം ലക്ഷ്മിയാണ്, വിദ്യ ലക്ഷ്മിയാണ്, ആരോഗ്യം ലക്ഷ്മിയാണ്, സ്ഥാനമാനങ്ങൾ ലക്ഷ്മിയാണ്, അല്ലേ? എല്ലാം, സമ്പത്ത് ലക്ഷ്മിയാണ്, എല്ലാം ലക്ഷ്മിയാണ്. അപ്പൊ അങ്ങനെ ലോകത്തിനെ മംഗളഭൂയിഷ്ടമാക്കുന്ന ലക്ഷ്മിയുടെ മുഴുവൻ കേന്ദ്ര ബിന്ദുവാണ് ഭഗവാന്റെ ശരീരം. ഇതാണ് അതിന്റെ സോഴ്സ്. ഇവിടെ നിന്നാണ് എല്ലാം ഭഗവാൻ പകർന്നു കൊടുത്തിരിക്കുന്നത്. തന്റെ ഉള്ളിൽ നിന്നാണ് ഈ ലോകത്തിന് മുഴുവൻ മംഗളത്തെ കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ശരീരം എന്നർത്ഥം. സൗന്ദര്യോത്തരതോപി സുന്ദരതരം തദ്രൂപമാശ്ചര്യതോപി ആശ്ചര്യം എന്നൊക്കെ മേൽപ്പത്തൂർ പറയുന്നത് ഈ ആശയമാണ്. അപ്പൊ ത്രൈലോക്യ ലക്ഷ്മി ഏകപദം വപുഹൂദത്, ആ മൂർത്തിയെ ധരിച്ചുകൊണ്ട്, അല്ലെ, സാക്ഷാൽ മന്മഥ എന്ന് മുമ്പ് പറഞ്ഞു. അപ്പൊ അതുപോലെയുള്ള മംഗളമൂർത്തിയായ ഭഗവാൻ എല്ലാവരുടെയും മധ്യത്തിൽ ശോഭിച്ചു. ആ ഗോപി മധ്യത്തിൽ ഭഗവാൻ ശോഭിച്ചു എന്ന് പറയാം. സഭാജയിത്വാ തമനംഗദീപനം സഹാസലീലേക്ഷണ വിഭ്രമബ്രുവ സംസ്പർശനേനാംഗകൃതാംഗ്രിഹസ്തയോഃ സംസ്തുത്യ ഈഷത്കുപിതാ ബഭാഷിരേ.
സഭാജയിത്വാ തമനംഗദീപനം സഹാസലീലേക്ഷണവിഭ്രമബ്രുവ സംസ്പർശനേനാംഗകൃതാംഗ്രിഹസ്തയോഃ സംസ്തുത്യ ഈഷത്കുപിത ബഭാഷിരേ. ബഭാഷിരേ എന്ന് പറഞ്ഞാൽ ഒരുവൾ ഭാഷണം ചെയ്തു. ഈഷത് കുപിത അല്പം കോപത്തോടു കൂടിയവളായിട്ട്. അപ്പൊ ഒരുവൾ ഭഗവാനോട് അല്പം പ്രണയകലഹത്തോടുകൂടി ഭഗവാനെ ഒന്ന് എന്താ പറയുക ശുണ്ഠി പിടിപ്പിക്കാനായിക്കൊണ്ട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഭഗവാന്റെ മുമ്പിൽ ഭഗവാനെ ഒന്ന് ചെറുതാക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഈ ചോദ്യം. അല്ലേ, നമ്മൾ പല ആധ്യാത്മിക ആചാര്യന്മാര് സഭകളിൽ ഇരുന്നു കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് ഓഡിയൻസിലുള്ളവർക്ക് അവസരം കൊടുത്തു കഴിഞ്ഞാൽ ചിലർ അറിയാൻ വേണ്ടി ചോദ്യങ്ങൾ ചോദിക്കും, അവരുടെ സംശയങ്ങൾ തീരാൻ വേണ്ടി ചോദ്യങ്ങൾ ചോദിക്കും. ചിലർ അവരുടെ ഉള്ളിലുള്ള അറിവ് പ്രകടിപ്പിക്കാൻ വേണ്ടി ചോദ്യം ചോദിക്കും. ചിലർ എന്നിട്ട് അവർ തന്നെ ഉത്തരവും പറഞ്ഞിട്ടുണ്ടാവും, ചോദ്യത്തിൽ തന്നെ ഉത്തരവ് ഉണ്ടാവും, എന്നിട്ട് അങ്ങനെയല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ അവർക്ക് ഈ അറിവുണ്ട് എന്ന് പ്രകടിപ്പിക്കുകയാണ് അവരുടെ ഉദ്ദേശ്യം. അപ്പം അതുപോലെ വേറെ ചിലരുണ്ട്, തൻ്റെ മുമ്പിലിരിക്കുന്ന ആചാര്യനെ ഒന്ന് കൊച്ചാക്കണം, അദ്ദേഹത്തെ ഒന്ന് പരിഹസിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ. ഈ ചോദ്യങ്ങളൊക്കെ കേൾക്കുന്ന ആചാര്യന്മാർക്ക് നന്നായിട്ട് മനസ്സിലാവും. ആചാര്യന്മാർ പൊട്ടന്മാരൊന്നുമല്ല, ഓരോരുത്തരും ചോദിക്കുന്നതിനനുസരിച്ച് മറുപടി പറയും. അപ്പോൾ അവരുടെ ചോദ്യത്തിനനുസരിച്ചാണ് മറുപടി. പരിഹസിക്കാനുള്ള ചോദ്യമാണെന്ന് മനസ്സിലായാൽ തിരിച്ച് പരിഹാസം കിട്ടും. പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ചോദ്യമാണെങ്കിൽ അവന്റെ തലക്കിട്ടൊരു അടി കൊടുക്കും. തന്റെ അറിവ് പ്രദർശിപ്പിക്കാനുള്ള ചോദ്യമാണെങ്കിൽ അവനിട്ടൊരു കൊട്ടുകൊട്ടും. മര്യാദയ്ക്ക് ജിജ്ഞാസയോടുകൂടി അറിയാൻ വേണ്ടി ചോദിച്ചാൽ അതിന് വളരെ കരുണയോടെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ ഉത്തരം കൊടുക്കും. അതാണ് ഗുരുക്കന്മാരുടെ ഒരു രീതി. ഗുരുക്കന്മാരെ ആരും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. അവരുടെ മുമ്പിൽ പോയി സ്വയം വിഡ്ഢികളാവരുത്. പറഞ്ഞു വന്നത് ഇവിടെ ഈഷത് കുപിത, ഭഗവാനെ ഒന്ന് വെച്ചളയാം, ഒന്ന് കാല് വാരിക്കളയാം എന്ന് വിചാരിച്ചുകൊണ്ട് ബഭാഷിരേ എന്നാണ്. അപ്പോ എന്തൊക്കെയാണ് അവളെക്കുറിച്ച് പറഞ്ഞത്? സഭാജയിത്വാ തം അനംഗദീപനം. അനംഗദീപനം, അനങ്കൻ കാമദേവനാണ്, അംഗമില്ലാത്തവൻ. അവനെ ഉദ്ദീപിപ്പിക്കുന്നവനാണ് ഭഗവാൻ. ഭഗവാന്റെ സൗന്ദര്യം ഈ ഗോപികമാർക്കെല്ലാം അവരുടെ ഉള്ളില് ആ കാമ ഉദ്ദീപനം ഉണ്ടാക്കുന്നതാണ്. അങ്ങനെ മന്മഥനെ ജ്വലിപ്പിക്കുന്ന തം അവനെ അംഗകൃത അംഗ്രിഹസ്തയോഹോ സംസ്പർശനേന സഭാജയിത്വ. ഭഗവാന്റെ കാലും കയ്യും ഒക്കെ എടുത്ത് തന്റെ മടിയിലേക്ക് എടുത്തു വെച്ചു. ആരോ ഒരു ഗോപി. അതാണ് അംഗകൃത അംഗ്രിഹസ്തയോഹോ. അംഗകൃതം, അംഗമെന്നാൽ മടിത്തട്ട്, മടിത്തട്ടിലേക്ക് കൃതമായ ചെയ്തതായിട്ടുള്ള അംഗ്രി ഹസ്തം. അംഗ്രി പാദങ്ങളാണ്, ഹസ്തം കൈയാണ്. അപ്പൊ ഭഗവാന്റെ കയ്യും കാലും ഒക്കെ തന്റെ മടിയിലേക്ക് എടുത്തു വെച്ചു ഒരുവൾ. എന്നിട്ട് അതിനെ സംസ്പർശനേന, അതിനെ പതുക്കെ സ്പർശം ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ മൃദു സ്പർശനം കൊണ്ട് സഭാജയിത്വ. സഭാജയിത്വ എന്നാണ് പൂജിച്ചിട്ട് സൽക്കരിച്ചിട്ട് എന്നാണ്. ഇവളുടെ പൂജ ഇങ്ങനെയാണ്. ഭഗവാന് മസാജ് ചെയ്ത് കൊടുക്കലാണ്, ഒഴിഞ്ഞു കൊടുക്കലാണ് അവളുടെ പൂജ. അങ്ങനെ ചെയ്തുകൊണ്ട് സംസ്തുത്യ, ഭഗവാനെ ഒന്ന് ഇത്തിരി ഒന്ന് പൊക്കുമൊക്കെ ചെയ്തിട്ട് പുകഴ്ത്തുമൊക്കെ ചെയ്തിട്ട് സംസ്തുത്യ സഹാസ ലീലേക്ഷണ വിഭ്രമബ്രുവ ഈഷത് കുപിത. സഹാസ ലീല ഈക്ഷണ വിഭ്രമബ്രുവ. ഹാസം മന്ദഹാസം, ആ മന്ദഹാസത്തോടുകൂടി പുഞ്ചിരിയോടുകൂടിയതായിട്ടൊരു കുസൃതി കടാക്ഷത്തോടെ തന്റെ വിലാസം പ്രകടിപ്പിക്കുന്നതായിട്ടുള്ള പുരികക്കൊടികളോടുകൂടിയവരായിട്ട് ആ ദേവി ഗോപിക അല്ലെങ്കിൽ മറ്റു ഗോപികമാരോട് കൂടി ചേർന്ന്, എല്ലാവരും കൂടി ചേർന്നാന്നും കൂടി എടുക്കാം. അവിടെ ബഹുവചനത്തിലും എടുക്കാം, കുപിതാഹ എന്ന് എടുക്കാവുന്നതാണ്. കോപിച്ചവരായിട്ട് ബഭാഷിരെ ഭാഷണം ചെയ്തു. ബഭാഷിരെ എന്നുള്ളത് ബഹുവചനമാണ്. അതുകൊണ്ട്
എല്ലാവരും കൂടി ചോദിച്ചു. എല്ലാവരും കൂടി ഭഗവാനെ കോർണർ ചെയ്തുകൊണ്ട് അവരുടേതായിട്ടുള്ള പരിഭവത്തെയും ഭഗവാന്റെ ഈ സ്വഭാവത്തെ ഒന്ന് എന്താ പറയുക വിമർശിക്കണം എന്ന് അവർക്ക് തോന്നി. ഈ സ്വഭാവം അത്ര കൊള്ളില്ലല്ലോ, ഇതൊന്ന് മാറ്റിയെടുക്കണം, ഒന്ന് നേരാക്കിയെടുക്കണം, ആള് ശരിയല്ല എന്നുള്ള തോന്നല് അവരുടെ ഉള്ളിൽ ഉണ്ടായിക്കാണും. അപ്പോൾ അതിനെയാണ് അവര് ചോദ്യരൂപത്തിൽ ഭഗവാന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. സഭാജയിത്വാ തമനംഗദീപനം സഹാസലീലക്ഷണ വിഭ്രമബ്രുവ സംസ്പർശനീനാംഗകൃതാഗൃഹസ്ഥയോ സംസ്തുത്യ ഈഷത്കുപിതാ ബഭാഷിരേ. അപ്പൊ ഗൂഢമായിട്ടുള്ള ഒരു ചോദ്യമാണ് ഇവർ ചോദിക്കുന്നത്. അതൊരു ഭഗവാനിട്ടൊരു കുത്തു കൊടുക്കാനായി ഒന്ന് പരിഹസിക്കാൻ വേണ്ടിയുള്ള ചോദ്യമാണ്. എന്താ ചോദിക്കുന്നത് നോക്കാം. ഗോപ്യ ഊജുഹു, അവിടെ ഗോപ്യ ഊജുഹു എന്നുണ്ട്, അതുകൊണ്ട് തന്നെ ബഹുവചനമാണ്. ഗോപികൾ ചോദിച്ചു. ഭജതോനുഭജന്ത്യേകേ ഏകയേതദ്വിപര്യം നോഭയാംശ്ച ഭജന്ത്യേകേ ഏതന്നോ ബ്രൂഹി സാധുഭോഃ. ഗോപ്യ ഊജുഹു ഭജതോനുഭജന്ത്യേകേ ഏകയേതദ്വിപര്യം നോഭയാംശ്ച ഭജന്ത്യേകഃ ഭജന്ത്യേകേ ഏതന്നോ ബ്രൂഹി സാധുഭോഃ. അപ്പൊ അവരുടെ ചോദ്യം വളരെ ഗൂഢമായിട്ടുള്ള ചോദ്യമാണ്. അവർ ചോദ്യം കൊണ്ട് ഭഗവാനെ മുട്ടുകുത്തിക്കാം എന്ന് വിചാരിച്ചിട്ടുള്ള ചോദ്യമാണ്. ഭഗവാന്റെ സ്വഭാവത്തെ ഒന്ന് വിമർശിക്കാം എന്നുള്ള രീതിയിലാണ് അവർ ചോദിക്കുന്നത്. എന്താ ചോദ്യം നോക്കാം നമുക്ക്. ഭോഹോ എന്ന ഭഗവാനെ സംബോധനയാണ്. അല്ലയോ ഹേ ഭഗവൻ, ഭോഹോ. ഭജതഃ അനുഭജന്തി ഏകേ. ഏകേ എന്ന് പറഞ്ഞാൽ ഒരു ചിലർ എന്നാണ്. ഏകേ ഒരു ചിലര് ഭജതഃ അനുഭജന്തി, തന്നെ ഭജിക്കുന്നവരെ തിരിച്ചു ഭജിക്കുന്നു, തന്നെ സ്നേഹിക്കുന്നവരെ തിരിച്ച് സ്നേഹിക്കുന്നു. ഇത് ലോകസാധാരണമായിട്ടുള്ള കാര്യമാണ്. തന്നെ സ്നേഹിക്കുന്നവരെ അങ്ങോട്ടും സ്നേഹിക്കുക, അല്ലേ? ഒരു പാലം ഇട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണമല്ലോ എന്നുള്ള രീതിയിൽ കൊടുക്കൽ വാങ്ങൽ, ഒരു കച്ചവട ആറ്റിറ്റ്യൂഡ്, ഇതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സാധാരണമായിട്ട് ഈ ലോകത്തിലുള്ളത്. ഇങ്ങോട്ടില്ലയോ അങ്ങോട്ടും ഇല്ല എന്ന് പറയുന്ന ആൾക്കാരാണ്, അല്ലേ? അപ്പൊ അങ്ങനെയുള്ളവരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഏകേ ഭജതഃ അനുഭജന്തി. ചിലരുണ്ട് അങ്ങോട്ട് സ്നേഹിച്ചാൽ ഇങ്ങോട്ടും സ്നേഹിക്കുന്നു, അങ്ങോട്ട് എന്തെങ്കിലും കൊടുത്താൽ ഇങ്ങോട്ട് എന്തെങ്കിലും കൊടുക്കും. എന്നിട്ട് പിന്നൊന്ന് പറയുന്നു, ഏകേ ഏതദ് വിപര്യം. ഏകേ വേറെ ചിലര് ഏതദ് വിപര്യം, ഇതിന് വിപരീതമായിട്ട് ഇരിക്കുന്നു എന്നർത്ഥം. അപ്പോൾ വിപരീതമായിട്ട് എന്ന് പറഞ്ഞാൽ തങ്ങളെ ഭജിക്കാത്തവരെയും അങ്ങോട്ട് സേവിക്കുന്നു എന്നെടുക്കാം. അതാണ് വിപര്യം. ഭജിക്കുന്നവരെ ഭജിക്കുന്നു എന്നത് സാധാരണം, ഭജിക്കാത്തവരെയും ഭജിക്കുന്നു, തന്നെ സ്നേഹിക്കാത്തവരെയും സ്നേഹിക്കുന്നു എന്നുള്ളത് വിപര്യം. ഇതിന് വിരുദ്ധമായിട്ട് വേറെ ചിലർ തങ്ങളെ സ്നേഹിക്കാത്തവരെയും സ്നേഹിക്കുന്നു. രണ്ടാമത് വേറെ, അത് വൺ സൈഡഡ് ആയിട്ടുള്ള സ്നേഹം, അല്ലേ? അതങ്ങനെയുണ്ട്, ലോകത്തിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഏകേ ഏതദ് വിപര്യം. ഏകേ ഉഭയാൻച ന ഭജന്തി. ഏകെ ഒരു കൂട്ടരുണ്ട് രണ്ടുപേരെയും ഭജിക്കുന്നില്ല. ഉഭയാ എന്ന് പറഞ്ഞാൽ തന്നെ സ്നേഹിക്കുന്നവരെയും സ്നേഹിക്കുന്നില്ല, സ്നേഹിക്കാത്തവരെയും സ്നേഹിക്കുന്നില്ല. ആരോടും ഒരു സ്നേഹവുമില്ല, സ്വന്തം കാര്യം സിന്ദാബാദ് എന്നുള്ള മാതിരിയാണ് ചിലര് എന്നാണ് ഇവരുടെ സൂചന. അതാണ് ഏകേ ഉഭയാൻ ന ഭജന്തി. ഇതിപ്പോ ഈ അവസാനത്തെയാണ് കൃഷ്ണൻ ഇട്ട് വെച്ചിരിക്കുന്നത്. ഇവര് തന്നെ സ്നേഹിക്കുന്നവരെയും സ്നേഹിക്കാത്തവരെയും ആരെയും സ്നേഹിക്കാത്ത, ആരോടും സ്നേഹമില്ലാത്ത കഠിന ഹൃദയനാണ് ഈ കൃഷ്ണൻ, ക്രൂരനാണ് ഈ കൃഷ്ണൻ എന്ന മട്ടില് അവരൊരു കുത്തുവാക്കാണ് ഈ ചോദ്യത്തിലൂടെ അവർ അവതരിപ്പിക്കുന്നത്. എന്നിട്ട് പറയാണ്, ഏതത് നഹ സാധു ബ്രൂഹി. ഏതത് ഈ പറഞ്ഞ കാര്യത്തില് നഹ ഞങ്ങളോട് സാധു ബ്രൂഹി, ഇതിലൊന്ന് നന്നായിട്ടൊന്ന് ഇതിനെ ഒന്ന് വ്യക്തമാക്കി തരുമോ
എന്ന് പറഞ്ഞാൽ ഇതിലേതാണ് ഉത്തമം എന്നാണ് ചോദ്യത്തിന്റെ താല്പര്യം. ഇതിലേതാ നല്ലത്? ഭജിക്കുന്നവരെ ഭജിക്കുന്നതോ ഭജിക്കാത്തവരെയും ഭജിക്കുന്നതോ, അല്ല രണ്ടു കൂട്ടരെയും ഭജിക്കാതിരിക്കുന്നതാണോ സാധു? ഏതാണ് നല്ലത്? ഈ കാര്യത്തിൽ ഞങ്ങളുടെ സംശയത്തെ അങ്ങ് വിസ്തരിച്ച് ഒരു ക്ലാരിഫിക്കേഷൻ തരണം. ബ്രൂഹി, പറഞ്ഞാലും എന്ന് പറയണം. അപ്പൊ ഇങ്ങനെ 3 തരക്കാരുണ്ട്. ഇതിൽ ആരാണ് ഉത്തമൻ, ആരാണ് മധ്യമൻ, ആരാണ് അധമൻ എന്നാണ് അവരുടെ വ്യംഗ്യം. ചോദിച്ചതിന്റെ താല്പര്യം ഇതിൽ ആര് ഉത്തമൻ, ആര് മധ്യമൻ, ആര് അധമൻ. അപ്പോ ഭഗവാനിട്ടിട്ടുള്ള ഒരു ചെറിയൊരു കുത്താണ് ഇവര് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. എന്തായാലും ഭഗവാനോട് തന്നെ അതിന് ഉത്തരം പറയാൻ പറയണം. അപ്പൊ പറഞ്ഞു കഴിയുമ്പോൾ ഭഗവാനോട് തിരിച്ചടിക്കാലോ, ഇതാണ് ഇവരുടെ ഉദ്ദേശം. പക്ഷെ ഭഗവാൻ ആരാ മോൻ അല്ലേ? ഭഗവാൻ അതിന് തക്കതായിട്ടുള്ള മറുപടി കൊടുക്കുന്നുണ്ട്. നമുക്ക് വൈകുന്നേരം കാണാം. ഏതായാലും തീരാൻ പോകുന്നില്ല. 6 ശ്ലോകങ്ങളുണ്ട് അല്ലേ? 17, 18, 19, 20, 21, 6 ശ്ലോകം. ഇന്ന് വൈകുന്നേരം 6:30 കാണാം. നാളെ ഉണ്ടാവും. നാളെ രാവിലെ മാത്രമേ ഉണ്ടാവുള്ളൂ. മറ്റന്നാളും നോക്കാം. അപ്പോൾ ഭഗവാന്റെ ഉത്തരം വൈകിട്ട് കാണാം. എല്ലാവരും 6:30 മണിക്ക് വരിക. ഹരി ഓം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നാരായണ. എല്ലാവരെയും വൈകുന്നേരം കാണാം. ഹരി ഓം.